കർത്താവിന് മഹത്വം. प्रभु को महिमा मिले। ഒരു ദിവസവും കൂടെ കർത്താവ് നമുക്ക് വചനത്തെ ആസ്വദിപ്പാൻ തന്നല്ലോ. प्रभु ने और एक दिन प्रभु का वचन का आस्वादन करने के लिए हमें मौका दिया। അവൻ നമ്മളെ കരുതുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ നന്ദിയോടെ അവനെ സ്തുതിക്കുന്നു. प्रभु हमें कितना हमारे बारे में चिंता करता है, हमारे लिए बंदोबस्त करता है, उसके लिए प्रभु को धन्यवाद देता हूँ। നമുക്ക് വീണ്ടും വചനത്തിലേക്ക് പ്രവേശിക്കാം. हम फिर से हम प्रभु के वचन की ओर प्रवेश करें। കർത്താവ് ജയാളി എന്ന വിഷയത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. प्रभु विजयी है, इसलिए वो विजयी अवस्था में प्रभु ने हमको भी पहुंचाया है। എന്നാൽ കർത്താവ് നമ്മൾ ഒരു വിശ്വാസി ജയാളി എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് കർത്താവ് ജയാളി എന്ന് പറയുന്നത്. एक विश्वासी जन विजयी बोलने से बढ़कर के एक बात है प्रभु विजयी है। കാരണം നമ്മൾ തോറ്റവരും നമ്മളുടെ ജയത്തിലേക്ക് എത്തിക്കുകയുമാണ് കർത്താവ് ചെയ്യുന്നത്. क्योंकि हमारा जीवन की अवस्था देखेगा तो हम हरा हुआ था, परंतु हमें एक विजयी अवस्था में प्रभु पहुंचाता है। എന്നാൽ കർത്താവിനെ സംബന്ധിച്ചുള്ള അങ്ങനില്ല. परंतु प्रभु ऐसा नहीं, അവൻ എപ്പോഴും ജയിപ്പിക്കുന്നവനാണ്. प्रभु हमेशा विजय देने वाला है और वो विजयी है। ഇത് പറഞ്ഞാൽ അവൻ രക്ഷിക്കുന്നവനാണ്, അവന് രക്ഷ ആവശ്യമില്ല. वो हमारा उद्धार करता है, उसको उद्धार का जरूरत नहीं। അവന് ജയിപ്പിക്കുന്നവനാണ്, അവന് ജയം ആവശ്യമില്ല. वो विजय देता है, उनको विजय की जरूरत नहीं। കാരണം യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ മഹിമ നമുക്ക് ഗ്രഹിക്കപ്പെടുമ്പോൾ അവൻ എല്ലാം ചെയ്യുന്നത്, അവൻ നമുക്ക് ദാനമായി ചെയ്യുന്നത് നമ്മളെ അവൻ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. प्रभु यीशु मसीह का व्यक्तित्व का बात बोलेगा तो प्रभु जो भी कार्य करता है वो हरा हुआ हमें विजय देने के लिए है। ദൈവത്തിന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്ന് പറയുന്നാൽ അത് പരിമിതമായ ഒരു അറിവാണ്. प्रभु को कुछ बात का जरूरत है करके अगर हम विचार करता है तो वो हमारा जो ज्ञान है वो बहुत सीमित है। എന്നാൽ എല്ലാ ആവശ്യവും നിറവേറ്റി തരാൻ വേണ്ടി നിൽക്കുന്ന എല്ലാത്തിന്റെ ഉറവിടമാണ് നമ്മുടെ കർത്താവ്. परंतु प्रभु हमारा हरेक जरूरतों को पूरा करने के लिए वो हमारे लिए खड़ा है, वो प्रभु है। നമുക്ക് സങ്കീർത്തനം 33 അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ जब 33 भजन संहिता का 16-17 वचन जब आप पढ़ता है, 33 भजन संहिता का 16-17 वचन, कोई ऐसा राजा नहीं जो सेना की बहुतायत के कारण बच सके, वीर अपनी बड़ी शक्ति के कारण छूट नहीं जाता, बच निकलने के लिए घोड़ा व्यर्थ है, वह अपने बड़े बल के द्वारा किसी को नहीं बचा सकता है। നമ്മൾ അതിന്റെ 17 വാക്യത്തിൽ ജയത്തിന് കുതിര വ്യർത്ഥമാകും. जब यहाँ पर का 17 वचन में हम देखा है कि विजय के लिए घोड़ा व्यर्थ है। എന്ന് പറഞ്ഞാൽ इसका मतलब ഒരാളെ ജയിപ്പിക്കാൻ കുതിര വ്യർത്ഥമാണ്. मतलब एक व्यक्ति को विजय देने के लिए घोड़ा व्यर्थ है। അതേ പദം തന്നെ അടുത്ത വാക്യം, उसी पद को अगला पद में भी हम देखता है, അതിന്റെ ബലാധിക്യം കൊണ്ട് അത് മറ്റുള്ളവരെ വിടുവിക്കുന്നുമില്ല. तो उसका मतलब सामर्थ्य के कारण वो दूसरों को नहीं छुड़ाता। അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനും സ്വയം ജയിക്കാൻ കഴിയത്തില്ല. इसका मतलब क्या है कि कोई भी व्यक्ति अपनी ताकत से स्वयं को जीत नहीं सकता। കാരണം ഈ കുതിരശക്തി എന്ന് പറയുന്നത് മാനുഷിക ബലത്തെയാണ് കാണിക്കുന്നത്. जब घोड़ा का शक्ति जो है वो मनुष्य का बल को दिखाता है। നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 30-16 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. जब यशायाह 30 अध्याय का 16 वचन में पढ़ता है, यशायाह 30 का 16 वचन में, तुमने कहा नहीं हम तो घोड़े पर चढ़कर भागेंगे, इसलिए तुम भागोगे, और यह भी कहा हम तेज सवारी पर चलेंगे, इसलिए तुम्हारा पीछा करने वाले तुमसे भी तेज होंगे। ഇത് ജഡത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ്. ये हम शरीर में आश्रय रखने के बात का बारे में कहता है। നമ്മള് യെരമ്യാവിന്റെ പുസ്തകം 17 അധ്യായത്തിൽ ജഡത്തിൽ ആശ്രയിക്കുന്നതിന്റെ പരാജയത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അത് ശപിക്കപ്പെട്ടവരാണ്. यिर्मयाह 17 अध्याय में हम देखते हैं कि जो शरीर में भरोसा करता है वे लोग श्रापित लोग हैं। ഇവിടെ നമ്മൾ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ജയിക്കാനുള്ള ഏക മാർഗം നിങ്ങൾ മനം തിരിഞ്ഞ് അടങ്ങി 15 വാക്യം 30-15 യെശയ്യാവ് 30-15 പറയുകയാണ്. जब यशायाह 30 अध्याय का 15 वचन में कहता है, നിങ്ങൾ മനം തിരിഞ്ഞ് प्रभु यहोवा इस्राएल का पवित्र यो कहता है कि लौट आने और शांत रहने में तुम्हारा उद्धार है, शांत रहने और भरोसा रखने में तुम्हारी वीरता है, परंतु तुमने ऐसा नहीं किया। നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? കുതിരപ്പുറത്ത് കയറി ഓടിപ്പോയാലാ ജയം പ്രാപിക്കുന്നതെന്ന്. तुमको ऐसा लग रहा है कि घोड़े के ऊपर बैठ करके तेज जाएगा तो विजय मिलेगा। ഇത് ജഡത്തിന്റെ ഒരു പ്രത്യേക പരിജ്ഞാനക്കുറവാണ്. ये हमारा जो शारीरिक ज्ञान की कमी है। നമ്മൾ ചിന്തിക്കുന്നു യുദ്ധത്തിൽ ഒരുപാട് ആൾബലം ഉള്ളത് കൊണ്ട് ജയിക്കുമെന്ന്. हम लोगों को लगता है कि हम बहुत भीड़ है या बहुत आबादी है, नंबर्स में हम लोग बहुत ज्यादा संख्या में
इसलिए हम विजय पाता है। ദൈവത്തെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിൽ യഹൂദന്മാരെ ജയിപ്പിക്കാനാണ് കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്. हम देखते हैं कि यहूदियों का बारे में प्रभु ने उनको क्यों चुना? वो लोग बहुत संख्या में नहीं था, थोड़ा सा छोटा सा झुंड था, लेकिन प्रभु उनको विजय देने के लिए प्रभु ने उनको चुना. പക്ഷെ കർത്താവിനെ വിട്ടിട്ട് അവർ മനുഷ്യ വഴിയിലൂടെ ജയം നേടാൻ അന്വേഷിച്ചു. परंतु कुछ समय के बाद में इसराइल ने क्या किया? प्रभु को छोड़ करके वो इस दुनिया का रीति को, मानुष्य की रीति को अपनाया. നമ്മൾ 31 യെശയ്യാവിന്റെ പുസ്തകം 31 അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. जब यशायाह 31 अध्याय का पहला वचन में उन बातों का बारे में स्पष्ट कहता है. यशायाह 31 का 1. हाय उन पर जो सहायता पाने के लिए मिस्र को जाते हैं और घोड़े का आसरा करते हैं, जो रथों पर भरोसा रखते हैं क्योंकि वे बहुत है, और सवारों पर क्योंकि वे अति बलवान थे, पर इस्राएल के पवित्र की और दृष्टि नहीं करते और न यहोवा की खोज करते हैं. നോക്കുക, നമ്മൾ പരാജയപ്പെടാനുള്ള കാര്യം എന്താണ്? देखिए हम लोग हारने का कारण क्या है? എന്നേക്കും ജയശാലിയായ നമ്മുടെ കർത്താവിൻ നമ്മളെ ജയിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടും हमेशा विजय में रहने वाला हमारा प्रभु हमें विजय देने के लिए चाहने के बावजूद भी നമ്മൾ മാനുഷിക വഴിയിലൂടെ ജയം അന്വേഷിക്കുന്നു. हम लोग इंसानी रीति में, सांसारिक रीति में विजय को प्राप्त करना चाहता है. ഒരുപാട് കുതിരച്ചേവകരുള്ളത് ജയമാണെന്ന് ചിന്തിക്കുന്നു. बहुत से घोड़ा हमारे साथ रहेगा तो विजय है करके हमको लगता है. ഒരുപാട് അല്ലെങ്കിൽ ധനമുള്ളത് ജയമാണെന്ന് ചിന്തിക്കുന്നു. अगर हमारे पास बहुत धन है तो वो विजय है करके हमको लगता है. എന്നാൽ കർത്താവ് നമുക്കറിയാം, നമുക്ക് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന അവർ ഒരുപാട് യുദ്ധസാമഗ്രികളെല്ലാം ഉപയോഗിച്ച് അവര് ശത്രു സൈന്യത്തോട് അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനെതിരെ പോരാടും. इसराइल का संबंध में हम जानते हैं कि अभी आने वाला लड़ाई के लिए मसीह विरोधी के साथ लड़ने के लिए बहुत से हथियार इकट्ठा करके वो लड़ने के लिए तैयार हो जाएंगे. പക്ഷെങ്കിൽ അവര് തോറ്റുപോകും. परंतु वो हार जाएंगे. അപ്പോൾ അവര് ജയിച്ചവനായ കർത്താവിനെ അന്വേഷിക്കുകയാണ്. उस समय में वो लोग विजय पाया हुआ प्रभु को खोजते हैं. അപ്പൊ കർത്താവ് സഭയുമായിട്ട് ഇറങ്ങി വരുന്നത് എന്തിനാണ്? जब प्रभु यीशु मसीह मंडली के साथ क्यों उतर आता है? ഇവരെ ജയിപ്പിക്കാൻ, इसराइल को विजय देने के लिए. പ്രൈസ് ദി ലോർഡ്. हालेलुया. അവന്റെ ഈ രണ്ടാമത്തെ വരവ് പോലെ ഒന്നാമത്തെ വരവ് അങ്ങനെ തന്നെയാണ്. प्रियो, उनका दोबारा आगमन की जैसा पहला आगमन भी वैसे ही था. നമ്മളെ ജയിപ്പിക്കാനാണ് നമ്മുടെ കർത്താവ് വന്നത്. हमें विजय देने के लिए हमारा प्रभु यीशु मसीह दुनिया में आया. നമ്മള് സെക്കറിയ പ്രവചനം 9-ന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ जकरिया 9 का 9 में जब हम पढ़ता है, जकरिया नबी की किताब 9 अध्याय का 9 वचन, അവിടെ നമ്മള് നേരത്തെ സംഗീതത്തിൽ വായിച്ചു, കുതിര ആരെയും ജയിപ്പിക്കുന്നില്ലെന്ന് വായിച്ചു. हाँ, जब हमने उस भजन संगीत में पढ़ा था कि घोड़ा किसी को विजय नहीं देता. ഇവിടത്തെയും ഭാഷാ പ്രയോഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ यहाँ पर भी जो कहा हुआ शब्द को अगर हम पढ़ेगा तो നിങ്ങൾ ജയത്തിൽ ഭയങ്കരമായി ഘോഷിച്ചുല്ലസിക്കാനാണ് പറയുന്നത്. मतलब विजय में आप लोगों को बहुत बड़ा जय जयकार करना है करके कहता है. യെരൂശലേം പുത്രിമാരെ നിങ്ങൾ ആർപ്പിടുവീൻ. हे यरूशलेम पुत्रियों, आप लोग ललकार करो. പടോ സിസ്റ്റർ. हे सियोन बहुत ही मगन हो, हे यरूशलेम जय जयकार कर, क्योंकि तेरा राजा तेरे पास आएगा. वह धर्मी और उद्धार पाया हुआ है, वह दीन है और गधे पर वरण गधी के बच्चे पर चढ़कर हुआ आएगा. അവിടുത്തെ ഭാഷാ പ്രയോഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ वहां पर का जो हमारा शब्द में हम पढ़ता है, അവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് വരേണ്ടത്, അവൻ നീതീകരിക്കുന്നവനും ജയിപ്പിക്കുന്നവനുമായി വരുന്നു എന്നാണ്. ऐसे ही पढ़ना चाहिए कि वो मतलब धर्मी बनाने वाला और हमें विजय देने वाला है. ജയശാലിയായെന്നല്ല, वो विजयी होकर के नहीं, അവൻ ഓൾറെഡി ജയശാലിയാണ്. वो ऑलरेडी वो विजयी पाया हुआ है, वो विजयी है. എന്തിനാണ് അവൻ വരുന്നു? वो क्यों आता है? ജയിപ്പിക്കാൻ. हमें विजय देने के लिए. കാരണം തോറ്റ് പരാജയപ്പെട്ട് നിലം വരെ വീണ് കിടക്കുന്ന തന്റെ ജനത്തെ ജയിപ്പിക്കാൻ. मतलब पूरी तरफ से हर करके मतलब जमीन पे पड़े हुए हमें विजयी देने के लिए वो आता है. എന്നാൽ കർത്താവ് യെരൂശലേമിലേക്ക് കഴുതപ്പുറത്ത് കയറിയപ്പോൾ ആ പ്രവേശനത്തെ ഉദ്ദേശിച്ചാണ് ജയശാലിയായിട്ട് അവനെ അവിടെ പ്രവേശിച്ചു. जब प्रभु यीशु मसीह यरूशलेम मंदिर की जब आया तब वो विजयशाली होकर के प्रवेश किया. പക്ഷെ അന്നത്തെ ജനത്തിന് അത് എല്ലാവർക്കും ഒരു രാഷ്ട്രമായിട്ട് യേശു ജയശാലിയെ പ്രവേശിച്ച കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം യേശുവിന് വലിയ കുതിരച്ചേവകർ ഉണ്ടായിരുന്നില്ല, ലോകത്തിന്റെ മഹത്വം ഒന്നും ഉണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് യേശു ജയശാലിയാണെന്നുള്ള നില അവർ ലോകപ്രകാരം നോക്കിയത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. परंतु उस समय के लोगों ने संसारी रीति में देखने के कारण प्रभु यीशु मसीह के साथ वो बड़ा एक घोड़े का झुंड नहीं था, बड़ा एक सेना नहीं था, इसलिए वो जयशाली है करके दुनिया के लोग नहीं जान पाया.
അപ്പോൾ ആത്മാവിന്റെ ആ യഥാർത്ഥ അനുഭവം ഉള്ളവർക്ക് യേശുക്രിസ്തു ജയശാലിയായിട്ട് അവിടെ കണ്ടു. परंतु जो जिसको आत्मा का अनुभव है वह विजयी होकर के यीशु मसीह प्रवेश किया करके उन्होंने देखा। അപ്പോൾ വേദപുസ്തകത്തിൽ ഉടനീളം ദൈവം കാണുന്നത് തന്റെ ജനത്തെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. हम प्रभु का वचन में पूर्ण रूप में अगर पढ़ेगा तो हम एक बात को देखते हैं कि प्रभु ने चुने हुए लोगों को विजयी देना ये प्रभु का लक्ष्य है। നമുക്ക് പഴയ നിയമത്തിൽ ഒരു സംഭവം നോക്കാം. अगर हम पुराने नियम में एक संभव को देखें, നമ്മൾ 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ്, दूसरा इतिहास 20 अध्याय का पहला वचन में यहोशाफात नाम का राजा അവിടെ ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. वो एक माला युद्ध में उसको शामिल होना पड़ा। അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കും. उसका पहला वचन हम पढ़ेंगे, मतलब दूसरा इतिहास 20 अध्याय का पहला वचन। इसके बाद अम्मोनियों, हाँ। मोवाबियों और अम्मोनियों ने और उसके साथ कई मुर्नियों ने युद्ध करने के लिए यहोशापात पर चढ़ाई की। तब लोगों ने आकर यहोशापात को बता दिया, ताल के पास से एदोम देश की ओर से एक बड़ी भीड़ तुझ पर चढ़ाई कर रही है। ഓക്കെ ഇവിടുത്തെ സാഹചര്യം നോക്കുക. अभी यहाँ की जो अवस्था आप देखिए, ഇദ്ദേഹത്തിന് വലിയ സൈന്യമില്ല. यहाँ पर हम देखते हैं कि यहोशापात के पास बहुत एक बड़ा एक सेना नहीं, വലിയ കുതിരസേവകരില്ല. उनके पास घोड़े का संख्या कम है, എന്നാൽ വലിയൊരു ജനസമൂഹം തനിക്ക് ചുറ്റും വന്നിരിക്കുകയാണ്. और एक बड़ा भीड़ उनका खिलाफ में आया हुआ है। അന്നേരം ഇദ്ദേഹം സ്വയം മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. उन्होंने खुद में अपने आप में एक बात को समझा। 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, उसका 20 अध्याय का 12 वचन, हे हमारे परमेश्वर, क्या तू उनका न्याय न करेगा? यह जो बड़ी भीड़ हम पर चढ़ाई कर रही है, उसके सामने हमारा तो बस नहीं चलता और हमें कोई सुझाव नहीं कि क्या करना चाहिए। നോക്കുക ഇദ്ദേഹത്തിന്റെ ഇവരുടെ അവസ്ഥ എന്താണ്? इनकी अवस्था क्या है? ഇവർ തോറ്റിരിക്കുകയാണ്. ये लोग हरा हुआ है, അവരത് അറിഞ്ഞിട്ടില്ല, മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല. दूसरे लोगों को ये बात नहीं मालूम, ഇവര് ദൈവസന്നിധി സമ്മതിക്കുക. परंतु ये लोग प्रभु के उपस्थिति में ये बात कबूल करता है। എന്താണ് അവർ പറഞ്ഞത്? फिर उन्होंने क्या कहा? ഞങ്ങൾക്ക് ശക്തിയില്ല, प्रभु हमारे पास सामर्थ्य नहीं, എന്നാൽ നീ ശക്തനാണ്. तो आप सामर्थ्य है। Praise the Lord. हालेलुया। നമ്മളിത് തിരിച്ചറിയുന്നത് എത്രയോ വിവേചനമാണ്. प्रियो, हम इस बात को पहचानना हमारे लिए कितना बुद्धि ज्ञान की बात है। ഇവിടെ ഞങ്ങൾ പറയാണ് ഞങ്ങൾക്ക് ശക്തിയില്ലെന്ന് മാത്രമല്ല, अभी यहाँ पर वो बोलते हैं कि सिर्फ हमें सामर्थ्य नहीं, वो नहीं, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നുമില്ല. अभी क्या करना चाहिए करके भी हमको मालूम അപ്പൊ नहीं। ശക്തിയില്ല, अभी सामर्थ्य नहीं ഞങ്ങൾക്ക് ഒരു അറിവുമില്ല, और हमें ज्ञान भी नहीं। ഒന്ന് മാത്രം ഞങ്ങൾ ചെയ്യുന്നു. एक बात हम करता है, ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് നോക്കും. हमारे आंखें तेरी और उठाते हैं। ഇതാണ് കൂട്ടായ്മയുടെ മഹത്വം. प्रियो, यही है संगति का महत्व। അപ്പോൾ യേശുക്രിസ്തു എന്തിനാ വന്നിരിക്കുന്നത്? അവർക്ക് കർത്താവ് എന്തിനാ വരുന്നത്? प्रभु यीशु मसीह किस लिए आ रहा है? ഇവരെ ജയിപ്പിക്കാൻ. तुमको विजय देने के लिए। ഇവർക്ക് ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. इन लोग विजय पाने के लिए किसी प्रकार का भी कोई मार्ग नहीं। അങ്ങനെ കർത്താവ് അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നുണ്ട്. परंतु प्रभु की आत्मा उनके साथ बात करता है। അവിടെ അതിന്റെ 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, उसका 20 अध्याय का 17 वचन में पवित्र आत्मा कहता है, 20 का 17, इस लड़ाई में तुम्हें लड़ना न होगा, ये यहूदा और हे यरूशलेम, ठहरे रहना और खड़े होकर यहोवा की ओर से अपना बचाव देखना। നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പടയിൽ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. देखिए, आप लोगों को क्या करना है? इस लड़ाई में आपको लड़ने की जरूरत नहीं। കർത്താവ് വരുത്തുന്ന ജയം നിങ്ങൾ കണ്ടാൽ മതി. देखो, प्रभु यहोवा कैसा तुम्हारे लिए वो जीत लाता है, अपना बचाव देखना। അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, നിന്റെ രാജാവ് ജയിപ്പിക്കുന്നവനായി വരുന്നു. हमने पहले भी देखा, तुम्हारा राजा विजय देने वाला होकर के आता है। നീ അതുകൊണ്ട് എന്ത് ചെയ്യണം? इसलिए आपको क्या करना? ഘോഷിച്ചുല്ലസിക്കണം. आप बहुत ललकार करना। കാരണം കർത്താവിന്റെ ആ വരുന്ന വരവിനെ നീ ഘോഷത്തോടെ വലിയ വീണയിട്ടങ്ങ് സന്തോഷിക്കുക. प्रभु के उस आगमन को आप बहुत आनंद और मगन होकर के उसको स्वीकारना। അപ്പോൾ യഹോശാഫാത്ത് എന്ന് പറയുന്ന ഈ രാജാവ് അതാണ് ചെയ്തത്. यहोशापात ने यही बात को किया। ആ 20-ാം അധ്യായത്തിൽ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, जब उसी 20 अध्याय का 21 वचन से जब आगे बढ़ता है, അവിടെ പഠിക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും. उसका 21 वचन से पढ़िएगा। तब उसने प्रजा के साथ सम्मति करके कितनों को ठहराया, जो कि पवित्रता से शोभायमान होकर हथियारबंदों के आगे आगे चलते हुए यहोवा के गीत गाए और यह कहते हुए उनकी स्तुति करे, यहोवा का धन्यवाद हो क्योंकि उसकी करुणा सदा की है। അങ്ങനെ പാടിയപ്പോൾ എന്ത് സംഭവിച്ചു? तो इस रीति में गाया तो क्या हुआ? അവർ തോറ്റുപോയി. वे दुश्मन लोग हार गया। കംപ്ലീറ്റ് അവിടെ പറയാണ്. അവിടെ 22-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. जब उसका 22 वचन में एकदम संपूर्ण रीति में वो बात बताता है, जिस समय वे गाकर स्तुति करने लगे, उसी समय यहोवा ने अम्मोनियों और मोवाबियों को और सेईर के पहाड़ी देश के लोगों पर जो यहूदा के विरुद्ध आ रहे थे
घातों को बैठा दिया और वे मारे गए। അവർ തോറ്റുപോയി. वो मार गया। എങ്ങനെ? എന്ത് ചെയ്തപ്പോൾ? क्या करने के टेबर? അതായത് കർത്താവ് ജയശാലിയായി അല്ലെങ്കിൽ ജയിപ്പിക്കുന്നവനായി വരുന്നു എന്നുള്ള ഘോഷം ഉറക്കെ വീട്ടിയപ്പോൾ जब यहोवा हमको मतलब विजय देने के लिए आ रहा है करके उन्होंने आनंद के साथ जय जयकार करके घोषणा किया, तब നമുക്ക് നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ രക്ഷയെ നമ്മൾ യഥാർത്ഥമായ രക്ഷയുടെ സന്തോഷം എന്താണ്? प्रियो, हमारा उद्धार का सच्चा आनंद क्या है? നമ്മുടെ രക്ഷയെ ശരിക്കും അനുഭവിച്ചറിഞ്ഞാൽ हमने पाया हुआ उद्धार को सही रीति में अगर अनुभव करे, നമ്മുടെ ഹൃദയം നിറഞ്ഞ് രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. प्रियो, हमारा हृदय भर करके हम उस उद्धार का कटोरा लेकर प्रभु को धन्यवाद करेगा। രക്ഷയിൽ അവരെന്താ ചെയ്യുന്നത്? वो उद्धार में वो लोग क्या करता है? നമ്മളെ ജയിപ്പിക്കുകയാണ്. हमें विजय दिला रहा है। നമ്മൾ നോക്കുക, ചിലർക്ക് പാപമോചനം പറയുന്നതൊന്നും വലിയ ഒരു മൂല്യതയുള്ള കാര്യമല്ല. कई लोगों के जीवन में पाप क्षमा पाना उनके लिए बहुत बड़ा मूल्य की बात नहीं, കാരണം അവർ ചിന്തിക്കുക അതൊന്നും വലിയ കാര്യമല്ല. वो लोगों को लगता है कि ये बड़ी बात नहीं। എന്നാൽ യേശു ക്രിസ്തു നമുക്ക് ചെയ്യുന്ന എല്ലാം സൗജന്യവുമാണ്, എല്ലാം നമ്മളെ ജയിപ്പിക്കാനാണ്. प्रियो, प्रभु यीशु मसीह हमारे लिए जो भी काम करता है, पहले बात तो मुफ्त में है, इसका मतलब मूल्य नहीं, ऐसे नहीं, बहुत मूल्यवान है और हमें विजय देने के लिए। സ്വർഗത്തിൽ ചെല്ലുന്നവരെല്ലാം ജയിച്ചവരാണ്. प्रियो, जो स्वर्ग में पहुंचता है वो सब लोग विजयी लोग हैं, എന്നാൽ परंतु ചിലർ ആ ജയത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നില്ലെന്ന് മാത്രം. बहुत लोग उस विजय का वो परिपूर्णता में नहीं पहुंचते। കർത്താവ് നമുക്ക് ചെയ്തതെല്ലാം നമ്മളെ ജയിപ്പിക്കാനല്ലേ? प्रभु ने जो भी किया प्रियो, हमें विजय देने के लिए नहीं। നമ്മുടെ ആ പാപമെന്ന അശുദ്ധിയെ നീക്കുന്നത് നമ്മളെ ജയിപ്പിക്കുകയല്ലേ? प्रियो, हमारे जीवन से पाप का गंदगी को जो दूर किया, क्या हमको विजय देने के लिए नहीं? അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയാൽ, यदि हम प्रभु यीशु मसीह को सही रीति में जाने तो നമ്മളെ താഴ്ത്താനോ നമ്മളെ പരാജയപ്പെടുത്താനോ അല്ല അവൻ വന്നിരിക്കുന്നത്. प्रियो, हमें नीचा करने के लिए नहीं, हमें हराने के लिए नहीं वो आया। നമുക്ക് നമ്മളെ വെളിപ്പാട് പുസ്തകം അതിന്റെ 7-ം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ जब प्रकाशित वाक्य 7 अध्याय का 10 वचन में അവിടെ ഒരു കൂട്ടം ജനം, वहां पर एक झूठ लोग, അവർക്ക് രക്ഷ മാത്രമേ കിട്ടിയുള്ളൂ. उन लोगों को सिर्फ उधार मिला। ആ രക്ഷ കിട്ടിയ ഉടനെ അവരെന്താ ചെയ്തത്? ആ രക്ഷയുടെ അവർ ജയിച്ചവരായിട്ട് ഘോഷം, വേദപുസ്തകത്തിൽ എവിടെയെല്ലാം ഘോഷം മുഴക്കുന്നോ അല്ലെങ്കിൽ വീണ വീട്ടുന്നോ അത് ജയത്തിന്റെ അടയാളമാണ്. वो उधार पाने के बाद में उन्होंने क्या किया? बाइबल में जहां पर भी वो जय जयकार करता है, वो विजय का एक चिन्ह है। मैं प्रकाशित वाक्य 7 अध्याय का 10 वचन। और बड़े शब्द से पुकार कर कहती है, उद्धार के लिए हमारे परमेश्वर का जो सिंहासन पर बैठा है और मेमने का जय जयकार करो। നോക്കുക, രക്ഷ തന്നതിന് ദൈവത്തിന് എന്ത് ചെയ്യുന്നു? जब वो उधार दिया, उस परमेश्वर को क्या करता है? അവർ അത്യുച്ചത്തിൽ, उन लोगों ने बहुत गंभीर ध्वनि के साथ, അവർ കയ്യിൽ കുരുത്തോല കാണിക്കുന്നത് ജയത്തിന്റെ അടയാളമാണ്. उन्होंने हाथों में उस पत्ता लेकर के, मतलब पत्ता किसको दिखाता है? एक विजय का चिन्ह है। ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കിൽ ധരിച്ച് उन्होंने एक बड़ा झुंड वो सफेद वस्त्र पहनकर, അവരെ എന്ന് പറഞ്ഞാൽ അത് ജയത്തിന്റെ ഒരു അടയാളമാണ്. वो एक विजय का एक चिन्ह है। നമ്മള് സർദീസ് സഭയോട് കർത്താവ് പറയുമ്പോൾ ജയിച്ചവരെ വെള്ള ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്ന് അവരെ കുറിച്ച് പറയുന്നുണ്ട്. हम देखते हैं कि विजय पाने वाले लोग सफेद वस्त्र पहनेगा करके उनका बारे में कहता है। എന്നിട്ട് ഇവിടെ സിംഹാസനത്തിനും ദൈവത്തിന്റെ സിംഹാസനം കുഞ്ഞാൻ മുമ്പാകെ നിൽക്കുന്നത് കണ്ടു. അവർ ചെയ്യുന്നത് എന്താണ്? और वो लोग क्या कर रहे हैं? वो लोग सिंहासन में जो परमेश्वर का और मेमने के सामने वो लोग क्या करते हैं? जय जयकार हो करके बोलते हैं। അപ്പൊ അവർ പറയാണ് രക്ഷ ദൈവത്തിന്റെ ദാനം. और वो लोग कहता है कि उद्धार प्रभु का दान है, ഈ ദാനം കൊണ്ട് ഞങ്ങള് ജയിച്ചു. इस दान के द्वारा हम विजय पाया। നമുക്ക് രക്ഷയിൽ എത്രത്തോളം ആനന്ദിക്കാൻ കഴിയാത്തത്, അതൊന്നും വലിയ ഒരു കാര്യമായിട്ട് കാണാൻ കഴിയാത്തത് നമുക്ക് കൂട്ടായ്മയുടെ കുറവ് കൊണ്ടാണ്. हम उस उद्धार में सच्चा आनंद क्यों नहीं हो पाता? प्रियो, एक बात खास याद रखना, संगति का कमी के कारण, संगति में बना रहने से ये आनंद बहुतायत से हमारे जीवन में उमड़ता। കർത്താവിന്റെ അപ്പോസ്തലന്മാരെല്ലാം വളരെയധികം രക്ഷയിൽ സന്തോഷിച്ചവരാണ്, അല്ലെങ്കിൽ ജയം പ്രാപിച്ചവരാണ്. प्रभु की प्रेरित लोग, चेले लोग सब उद्धार के आनंद में जीने वाले लोग थे। എന്നാൽ നമുക്ക് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഒരിക്കൽ കരയുന്നതായിട്ട് നമ്മൾ കാണും. जब हम देखते हैं कि प्रेरित यूहन्ना एक बार रोते हुए हम देखते हैं, എന്തുകൊണ്ടാണ് അവൻ അവിടെ കരയേണ്ടി വന്നത്? वहां पर क्यों यूहन्ना को रोना पड़ा? തന്റെ ജീവിതത്തിൽ ഉടനീളം ജയിച്ചവനായ കർത്താവിനെ ഒരു സന്ദർഭത്തിൽ കാണാതെ വരുന്നു. जब एक समय में हमेशा विजय देने वाला प्रभु यीशु मसीह को एक बार नहीं देखा, इसलिए
അവിടെ നമുക്ക് ആ പശ്ചാത്തലത്തിലേക്ക് വരാം. हम उस अवस्था की ओर आए. യോഹന്നാൻ കരയേണ്ട സാഹചര്യം നമുക്ക് നോക്കാം. वो रोना क्यों, योहन्ना को रोना क्यों बढ़ा, वो अवस्था क्या था, हम उसको देखें. നമുക്ക് വെളിപ്പാട് പുസ്തകം 5 അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ മുതൽ വായിക്കുമ്പോൾ जब प्रकाशित वाक्य उसकी 5 अध्याय का पहले वचन से जब हम पढ़ता है, അവിടെ पढ़ो. जो सिंहासन पर बैठा था, मैंने उसके दाहिने हाथ में एक पुस्तक देखी जो भीतर और बाहर लिखी हुई थी और वह 7 मुहरें लगाकर बंद की गई थी. फिर मैंने एक बलवंत स्वर्गदूत को देखा जो ऊंचे शब्द से यह प्रचार करता था, इस पुस्तक के खोलने और उसकी मोहरें तोड़ने के योग्य कौन है, परंतु न स्वर्ग में से न पृथ्वी पर न पृथ्वी के नीचे कोई उस पुस्तक को खोलने या उस पर दृष्टि लगाने के योग्य निकला. तब मैं फूट फूट कर ഓക്കെ അപ്പോൾ സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നു. अभी यहाँ पर सिंहासन में एक व्यक्ति बैठा है അവന്റെ കയ്യിൽ അകത്തും പുറത്തും മുദ്രയുള്ള ഒരു പുസ്തകം. और उसके हाथ में अंदर भीतर में मतलब लिखी हुई एक किताब, ആ പുസ്തകം വന്ന് തുറക്കാൻ കൽപ്പന പുറപ്പെടുന്നു. और उस पुस्तक को खोलने के लिए आगे आया. അപ്പോൾ ആരെയും കണ്ടില്ല. तब किसी को भी नहीं दिखाई दिया. അപ്പോൾ ആ പുസ്തകം എന്താണെന്നും ആ പുസ്തകത്തിന്റെ അകത്ത് എന്താണെന്നും ഉള്ള കാര്യം യോഹന്നാൻ അപ്പോസ്തലന് അറിയാം. अभी वो पुस्तक क्या है, उसके अंदर क्या लिखा है, ये यूहन्ना जानता है. കാരണം അതാരാണ്? क्योंकि वो कौन है? രക്ഷിക്കപ്പെട്ടവരുടെ കർത്താവായ യേശുക്രിസ്തു ജയിപ്പിച്ചവരുടെ പേരുകൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. क्योंकि वो प्रभु यीशु मसीह के द्वारा विजय प्राप्त किया हुआ लोगों का नाम लिखा हुआ किताब है. അപ്പൊ അത് യേശുക്രിസ്തു തന്നെ ഒന്ന് വാങ്ങണം. क्योंकि वो किताब को यीशु मसीह ही खुद आकर के लेना चाहिए. അപ്പൊ യേശുക്രിസ്തുവിനെ അവിടെ കാണാത്തത് കൊണ്ട് അദ്ദേഹം കരയുകയാണ്. परंतु वहां पर यीशु मसीह दिखाई नहीं दिया, इसलिए वो यूहन्ना रोने लगा. അപ്പോൾ ഉടനെ എന്ത് സംഭവിച്ചു? वहां पर क्या हुआ? तुरंत മൂപ്പന്മാരിൽ ഒരുത്തൻ वहां पर पुण्यों से एक ने, യോഹന്നാനെ हे यूहन्ना നീ കരയണ്ട, तुम रोना नहीं. പുസ്തകം വാങ്ങുവാനും इस किताब लेने के लिए, മുദ്ര പൊട്ടിപ്പാനും मोहर तोड़ने के लिए ഒരാള് ജയിച്ചവനുണ്ട്. एक व्यक्ति विजय पाया है. പ്രൈസ് ദി ലോർഡ്. हालेलुया. അപ്പൊ നമ്മളുടെ രക്ഷ അടങ്ങിയ പുസ്തകമാണ് പിതാവായ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത്. हमारा उद्धार, पूरा लोगों का उद्धार का नाम लिखा हुआ वो किताब पिता के हाथ में है. അപ്പൊ നമ്മളെ ജയിപ്പിക്കാൻ ലോകത്തിൽ ദൂതനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോ ഒരു രാഷ്ട്രപിതാവിനോ ഒരു മത നേതാവിനോ കഴിയത്തില്ല. इस दुनिया से हमको छुड़ाने के लिए, हमारा उद्धार करने के लिए दुनिया का कोई नेता, कोई राष्ट्रपति या कोई भी अधिकारी से संभव नहीं है. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരാനുള്ള ഊഴമാണ്. अगर ऐसा कोई अगर बोलता है कि मेरे से सकता है, उनको आने के लिए मौका है वो समय. നമ്മളെ കർത്താവിന്റെ ശിഷ്യത്വത്തിന്റെ വഴി പഠിക്കുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, നിങ്ങളുടെ അപ്പനേക്കാൾ അമ്മയേക്കാൾ ഭാര്യയേക്കാൾ നിലങ്ങളെക്കാൾ നിങ്ങളെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കും. കാരണം ഇവർക്കൊന്നും നിങ്ങൾക്ക് തന്നെയും നിങ്ങളെ ജയിപ്പിക്കാൻ കഴിയത്തില്ല. क्योंकि यहाँ पर हम देखते हैं कि प्रभु यीशु मसीह ने चेलापन की विधियों को सिखाने के समय में प्रभु ने ये बात को बताया, तो अपने पिता से, माँ से, भाई बहन से, अपनी बच्चों से बढ़ करके मुझे प्यार नहीं करता है तो तुम मेरा चेला नहीं बन सकता. बोलने का अर्थ और कोई भी व्यक्ति हमारा उद्धार नहीं कर सकता. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ റോൾ, यीशु मसीह का ये जो कार्य है, തന്റെ കണ്ണിന്റെ മുമ്പിൽ എപ്പോഴും വെച്ച ദൈവത്തിന്റെ ദാസൻ കർത്താവിനെ അവിടെ കാണാഞ്ഞപ്പോൾ അവര് കരയുകയാണ്. കാരണം അതൊരു കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിലുള്ള ഒരു പ്രകടനമാണ്. यूहन्ना प्रेरित हमेशा प्रभु यीशु मसीह को अपने सामने रखते था, परंतु वो प्रभु यीशु मसीह वहां पर दिखाई नहीं दिया, इसलिए वो रोने लगा. നമ്മള് എന്തെങ്കിലും നിലയിൽ നമ്മൾ കരയുന്നെങ്കിൽ യേശുവിനെ കാണാത്തതിൽ വേണം കരയാൻ. अगर हमें रोना पड़ता है तो हम जरूर प्रभु यीशु मसीह को मुझे नहीं दिखाई दे रहा है, प्रभु का उपस्थिति को समझ में नहीं आ रहा है, तब रोना चाहिए. നമുക്ക് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് ആലയത്തിലേക്ക് പോയപ്പോൾ അവനെ കാണാഞ്ഞപ്പോൾ അവന്റെ അപ്പനും അമ്മയും വളരെയധികം വ്യസനിച്ചു കരഞ്ഞു എന്ന് അല്ലെങ്കിൽ അന്വേഷിച്ചു എന്ന് വായിക്കുന്നുണ്ട്. വളരെയധികം വ്യസനത്തോടെ. जब यीशु मसीह की 12 साल की उम्र में जब उन्होंने मंदिर में जाकर के जब नमन करके जब वापस जाने के समय में यीशु मसीह लोगों के बीच में नहीं दिखाई दिया, तब उन लोगों को बहुत, उनके दिल में बहुत व्याकुलता आया. അപ്പോൾ നമ്മൾ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ, जब हम प्रभु को खोजता है, നമ്മളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അന്വേഷിച്ച് കാണത്തില്ല. कई बार हम प्रभु को ढूंढेगा तो प्रभु हमारे जीवन में नहीं पाते. അതുകൊണ്ടാണ് നമ്മൾ അവനെ അന്വേഷിക്കണം, അല്ലെങ്കിൽ അവനെ തന്നെ നമ്മൾ ശ്രദ്ധ വെക്കണം. വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. इसलिए हम प्रभु का वचन बार बार कहता है कि हमारे जीवन में हम प्रभु का खोज में लगा रहना चाहिए. विश्वास की कर्ता सिद्ध करने वाला प्रभु यीशु मसीह की और ध्यान से देखना चाहिए. കാരണം നമുക്ക് ആർക്കും തേജസ്സിന്റെ ജയം തരാൻ വേറെ ആർക്കും കഴിയുകയില്ല. ये दुनिया में हमें
कोई भी महिमा का इस अवस्था में लेकर नहीं आ सकता, वो विजय नहीं दे सकता, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. क्योंकि जिसने उनकी ओर देखा वो रोशनी पाया. എന്നാൽ പ്രകാശിതരായി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? रोशनी पाने का अर्थ कोई छोटी बात है क्या? കാരണം ജയത്തിന്റെ അടയാളമാണത്. क्योंकि विजयी का एक चिन्ह है वो. കാരണം ഇരുട്ടെന്ന് പറയുന്നത് പരാജയത്തിന്റെ അവസ്ഥയാണ്. आपको मालूम है अंधकार बोलेगा तो एक हार का चिन्ह है. നമുക്കിവിടെ ദൈവദാസൻ കരഞ്ഞതായിട്ടും വ്യസനിച്ചതായിട്ടും നമ്മൾ കാണുന്നു. जब यहाँ पर हम देखते हैं कि प्रेरित യോഹന്നാൻ यहाँ पर दुखी हुआ और आंसू बहाया. അപ്പോൾ നമ്മള് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അഹരോന്റെ 2 പുത്രന്മാർ മരിച്ചു വീണപ്പോൾ ദൈവം ഉടനെ പറയുന്നു അഹരോന്റെ പുത്രന്മാർക്ക് വേണ്ടി അഹരോൻ കരയാൻ പാടില്ല. जब आप बाइबल में देखिएगा तो आरोन महायाजक का 2 बेटा नादाब अबीहू जब अन्याग्नि लगाने के कारण वो प्रभु को उसमें मर गया, लेकिन वहां पर प्रभु कहता है कि आरोन नहीं रोना चाहिए. കാരണം ദൈവത്തിന് വേണ്ടി അഹരോൻ വേർപെട്ടവനാണ്. क्योंकि प्रभु के लिए आरोन को अलग किया हुआ है. അവൻ ദൈവത്തിന്റെ വിഷയത്തിലായിരിക്കണം എപ്പോഴും യാഗരിക്കേണ്ടത്. वो हमेशा प्रभु की बातों पर उनका मन लगा रहना चाहिए. നമുക്ക് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ हम प्रेरित पौलुस के बारे में देखें, പൗലോസ് പറയുന്നുണ്ട് ഞാൻ സഭയെ ദിനംതോറും സഭയെക്കുറിച്ചുള്ള കാര്യനിമിത്തം അനുദിനം ഞാൻ വ്യസനിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. जब हम दूसरा कोरिन्थी 11 अध्याय का 28 वचन में पौलुस गवाही देता है कि मुझे मंडली का रोज मुझे मंडली के बारे में बोझ है. അതെങ്ങനെയുള്ളതാണ്? वो कैसा बोझ है? അത് ക്രിസ്തുവിനോടുള്ള സ്നേഹനിമിത്തം ഉണ്ടാകുന്നതാണ്. वो मसीह की प्रेम की निमित्त होने वाली बात है. നമ്മുടെ വ്യക്തിപരമായ ജഡത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യമല്ല. ये हमारे शरीर के संबंध की बात नहीं. ഇത് ഇങ്ങനൊരു കാര്യം ഇല്ലെങ്കിൽ യോഹന്നാൻ കരഞ്ഞതുപോലെ അല്ലെങ്കിൽ വിഷമിച്ചതുപോലെ ഉള്ള അല്ലെങ്കിൽ ആ ഭാരം അവന്റെ സഭയോട് നമുക്കുണ്ട്. യോഹന്നാൻ ने जो बोझ लिया और रोया वो मंडली के साथ भी हमारा है. സഭയിൽ ക്രിസ്തുവിനെ കാണാതിരിക്കുമ്പോൾ यदि मंडली में अगर हम प्रभु को नहीं देखता, നമ്മൾ വിശുദ്ധന്മാരെ പുരോഗമനം പ്രാപിക്കാതിരിക്കുമ്പോൾ, अगर मंडली के लोग आत्मिक उन्नति अगर नहीं पाता, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസവ വേദനപ്പെടുന്നു. ओ प्रभु का दास कहता है कि मुझे तुम्हारे विषय में प्रसवी वेदना करके कहता है. ഇതൊക്കെ നമുക്ക് തേജസ്സിന്റെ നിത്യകരം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. प्रियो ये सब हमें अनंत काल में ज्यादा महिमा मिलने वाली बात है. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പോലും ऐसे समय में भी നമ്മൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഹൃദയം ഭയങ്കരമായിട്ട് ജയം ഘോഷിക്കും. प्रियो हम प्रभु की ओर जब मुड़ता है हमारा दिल एकदम आनंद से उमड़ने लगता है. നമുക്ക് അവിടെ ഒരു വാക്യം 2 കൊരിന്ത്യർ दूसरा कोरिन्थी അതിന്റെ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പൗലോസ് തീത്തോസിനെ കാണാതെ വിഷമിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. दूसरा अध्याय का 13 वचन में प्रेरित पौलुस तीतुस को ना मिल करके उनको दिल में बहुत दुख आया करके हम देखता है. तो मेरे मन में चैन न मिला इसलिए कि मैंने अपने भाई तीतुस को नहीं पाया. അവിടെ നോക്കുക, തീത്തോസിനെ കാണാത്തതിൽ इसमें हम देखिएगा तीतुस को ना मिला इसलिए അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടായി. उनको बहुत दुख हुआ. അത് എങ്ങനെയുള്ള വിഷമമാണ്? वो कैसा दुख है? ജഡപ്രകാരമുള്ളതാണോ? ये शरीर की दुख है क्या? അത് കർത്താവിനോട് ബന്ധപ്പെടുത്തിയ ഒരു ദുഃഖമാണ്. ये परमेश्वर के संबंध का दुख है. തന്റെ സഹോദരനെ കുറിച്ചുള്ള വളരെയധികം ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അത് ആ നിലയിൽ വിഷമിച്ചത്. मानो वो उसको मिलने की इच्छा में वो इस प्रकार का दुख सहा. എന്നാൽ പൗലോസ് ആ അവസ്ഥയിലും उस अवस्था में भी प्रेरित पौलुस യേശുക്രിസ്തുവിനെ കണ്ടിട്ട് സന്തോഷിക്കുന്നു. वो प्रभु को देख करके खुशी मनाता है. അടുത്ത വാക്യം പറയുന്നത് 13-ഉം 14-ഉം തമ്മിലുള്ള ബാക്കി എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? उस 13 और 14 वचन वो कैसा उसको ज्वाइन किया है करके आप देखिए. परंतु परमेश्वर का धन्यवाद हो जो मसीह में सदा हमको जय के उत्सव में लिए फिरता है और अपने ज्ञान की सुगंध हमारे द्वारा हर जगह फैलाता है. അപ്പൊ തീത്തോസിൽ നിന്ന് ഹൃദയം മാറ്റിയിട്ട് जब तीतुस की ओर से उसका मन हटा करके യേശുക്രിസ്തുവിനെ നോക്കിയപ്പോൾ वो प्रभु यीशु की ओर जब देखा ജയത്തിന്റെ ഘോഷം ഉണ്ടായി. वो उनको विजय का बहुत आनंद हुआ. ഹല്ലേലൂയ. हालेलुया. കാരണം നമുക്ക് ജയം തരുന്നത് തീത്തോസ് അല്ല. प्रियो हमें विजय देने वाला हमारा भाई कोई तीतुस नहीं. നമുക്ക് ജയം തരുന്നത് പൗലോസ് അല്ല. हमें विजय देने वाला पौलुस भी नहीं. നമ്മളെ ഈ ജയം തരുന്നവന്റെ മുഖത്തേക്ക് നോക്കാൻ പഠിപ്പിക്കുകയാണ്. प्रियो वे लोग हमें विजय देने वाला प्रभु की ओर देखने के लिए हमें सिखाता है. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് സാഹചര്യത്തിലും തീത്തോസിനെ കണ്ടില്ലെങ്കിലും കർത്താവിനെ കാണാനുള്ള വഴി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. प्रियो अगर हम किसी भी समय में किसी भी अवस्था में यदि तीतुस नहीं मिले तो भी प्रभु को देखने का प्रभु ने मौका बना कर दिया है. അതിന് യാതൊരു തടസ്സവുമില്ല. इसमें कोई रिकॉर्ड नहीं. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. प्रियो जो प्रभु की ओर देखता है वहां पर पर्दा हट जाता है. കർത്താവിലേക്ക് നമ്മളെ കൂട്ടായ്മയിലേക്ക് വന്നാൽ जब हम प्रभु की संगति में जब आता है പൗലോസ് പറയുകയാണ് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും जब यहाँ पर प्रेरित पौलुस गवाही देता है कि प्रभु यीशु मसीह में हमें हर दम हर जगह पर हर पल हमें जय के उत्सव के साथ ले चलता है. അപ്പോൾ നമ്മളെ എപ്പോഴും ജയിപ്പിക്കുക
എന്നുള്ളതാണ് നമ്മുടെ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. हमें हमेशा एक विजयी दे करके चलाना ये प्रभु का दिल की इच्छा है. നമ്മള് റോമലേഖനം 8-ാം അധ്യായത്തിൽ जब रोमियो का पत्री 8 अध्याय में നമുക്ക് മനസ്സിലാകാത്ത ഒരു സാഹചര്യമാണ് അവിടെ പൗലോസ് വിസ്തരിക്കുന്നത്. वहां पर जो हम हमें समझ में नहीं आएगा ऐसा एक बात के बारे में पौलुस वहां पर कहता है. എന്നാൽ ആത്മാവിൽ അത് അനുഭവിച്ചറിഞ്ഞാൽ വളരെ അനുഗ്രഹവുമാണ്. परंतु आत्मा में अनुभव करेगा तो बहुत गहरा अनुभव. നമ്മളവിടെ 8-ാം അധ്യായത്തിന്റെ 8वां अध्याय 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ जब हम 35 से जब आगे पढ़ेगा तो कौन हमको मसीह के प्रेम से अलग करेगा? क्या क्लेश या संकट या उपद्रव या अकाल या नंगाई या जोखिम या तलवार? जैसा लिखा है, तेरे लिए हम दिन भर घात किए जाते हैं, हम वध होने वाले भेड़ों के समान गिने गए हैं. परंतु इन सब बातों में हम उसके द्वारा जिसने हमसे प्रेम किया है जीवन से भी बढ़कर है. क्योंकि मैं निश्चय जानता हूँ कि न मृत्यु न जीवन न स्वर्गदूत न प्रधानताएं न वर्तमान न भविष्य न सामर्थ्य न ऊंचाई न गहराई और न कोई और सृष्टि हमें परमेश्वर के प्रेम से जो हमारे प्रभु यीशु मसीह में है अलग कर सकती है. ഇവിടെ അതിന്റെ 38-ാം വാക്യത്തിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. वहां पर 38 वचन में हम ऐसे पढ़ता है, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. मतलब पूर्ण विजय प्राप्त करता है. ഭാഗികമായിട്ട് പല വിശുദ്ധന്മാരും ഭാഗികമായിട്ടാണ് ജയം പ്രാപിക്കുന്നത്. कई पवित्र लोग आधा रीति में विजय पाता है. നമ്മള് എന്നാൽ ഒരു ദൈവം നമ്മളെ കുറിച്ച് ക്രിസ്തുവിൽ ഉദ്ദേശിക്കുന്നത് പൂർണ്ണ ജയം. प्रभु में प्रभु ये चाहता है कि हम पूर्ण विजय पाए. എന്നാൽ നമ്മളെ ജയം പ്രാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. प्रभु हमें विजय देता है. അവിടെ നമ്മൾ വായിക്കുകയാണ് ഏതിൽ നിന്നൊക്കെയാണ് ജയം പ്രാപിക്കുന്നത്. किन किन बातों से हम विजय पाता है. അവിടെ വായിക്കുകയാണ് കഷ്ടത, वहां पर हम देखते हैं कि കഷ്ടതയുണ്ട്, कष्ट है, സങ്കടമുണ്ട്, संकट है, ഉപദ്രവമുണ്ട്, उपद्रव है, പട്ടിണിയുണ്ട്, अकाल है, നഗ്നതയുണ്ട്, नंगाई है, ആപത്തുണ്ട്, जोखिम है. നോക്കുക, ഇതിലൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ ജയമാണെന്ന് ലോകത്തിന് മനസ്സിലാകത്തില്ല. इन सारे बातों में होकर के हम गुजरता है तो ये विजयी लोग है करके लोग दुनिया नहीं जानता. അവര് ചിന്തിക്കുന്നത് തോറ്റുപോയി. वे लोग सोचता है ना ये हार गया है इसलिए इनके जीवन में मुसीबत है. നോക്കുക, ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ प्रियो प्रभु की आंखों के द्वारा या प्रभु जैसे देखते हैं ऐसे हम देखेगा तो ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് ജയം. इस अवस्था में होकर गुजरना यही है प्रियो विजयी. നോക്കുക, രണ്ട് ഘട്ടങ്ങള്, രണ്ട് വിധമായ കാര്യങ്ങളുടെ നടുക്കാണ് ജയം കൊണ്ടുവന്നിരിക്കുന്നത്. प्रियो इस प्रकार का दो बातों के बीच में प्रभु ने विजय लाया. ആദ്യം ഒരു നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ, കാരണം ലോകത്തിന് മുമ്പിൽ പരാജയമെന്ന് കാണുന്ന അവസ്ഥ ആദ്യം പറഞ്ഞിട്ട് എന്നിട്ട് പൂർണ്ണ ജയം തരുന്നു, എന്നിട്ട് താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. प्रियो एक बात जानना, हमें दुनिया का दृष्टि में ये हरते जा रहा है क्योंकि इसलिए इनके ऊपर इतना मुसीबत पड़ रहा है. परंतु आगे जब हम इसके आगे जब देखता है वहां पर एक दूसरा भाग देखता है. അവിടെ വായിക്കുകയാണ് 38 മുതലുള്ള വാക്യങ്ങൾ. മരണത്തിനോ, जब उसके 38 वचन से हम देखते हैं कि या मृत्यु, ജീവനോ, ना जीवन, ദൂതന്മാർക്കോ ना स्वर्गदूत എന്ന് പറഞ്ഞാൽ അത് വീണുപോയ ദൂതം, വാഴ്ചയും അധികാരവും ആകാശമണ്ഡലത്തെ കാര്യങ്ങളാണ്. വിശ്വാസികളോട് പോരാട്ടമുള്ള കാര്യത്തെ കുറിച്ചുമാണ് പറയുന്നത്. बोलने का मतलब ये गिरे हुए दूतों के बारे में है, जो आकाश मंडल में है उनके बारे में. എന്നിട്ട് താപ്പോട്ട് ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. इसके बाद हम नीचे भी एक बड़ा लंबा लिस्ट बताता है. ഇതിന് രണ്ടിന്റെയും നടുക്കാണ് इन दोनों बातों के बीच में है നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. हमें प्रेम करने वाला प्रभु के द्वारा हम इन सारे बातों में पूरा विजय प्राप्त करता है. നോക്കുക, അപ്പൊ നമ്മൾ കഷ്ടങ്ങളിലൂടെ പോകുന്നതിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? इसका मतलब हम कष्ट में होकर गुजरने के पीछे प्रभु का उद्देश्य क्या है? നമ്മളെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. हमें उसके बीच में भी विजय प्रदान करना है. അങ്ങനൊരു ദൈവിക പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് अगर इसी प्रकार का स्वर्गीय ज्ञान अगर हमें न होने के कारण നമ്മൾ പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സ് ധൈര്യഹീനരായിത്തീരും. हम हर गया सोच करके कई बार हमारा मन कच्चा हो जाता है. പൗലോസ് ജയം പ്രാപിച്ച അനേക കാര്യങ്ങൾ നമ്മൾ തന്റെ അപ്പോസ്തല ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. प्रेषित पौलुस विजय पाया हुआ बहुत से अवसर के बारे में हम बाइबल में पढ़ता है. समय मिलने पर उन बातों को पढ़ना. 2 कोरिന്ത്യർ 11:23 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിലുള്ളത്. अभी आपको मालूम है उनका कष्ट का एक बड़ा लंबा लिस्ट दूसरा कोरिन्थियों 11 अध्याय का 23 से 28 तक हम पढ़ता है. 2 कोरिന്ത്യർ 6 അധ്യായം അതിന് 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുമുണ്ട്. जब दूसरा कोरिन्थियों 6 अध्याय का 6 से 10 तक भी वचन में है. അപ്പൊ നമുക്കൊരു സാധാരണ ഒരു ചിന്തയുണ്ട്, ഞാൻ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ കർത്താവിന്റെ അടുക്കലേക്ക് കർത്താവ് എന്നെ
ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടൊന്നും പോകുന്നതല്ല രക്ഷ എന്ന് പലരും ചിന്തിച്ചിരിക്കുക. बहुत से लोगों का ऐसा एक विचार है कि मैं विश्वास में आने के बाद में इस प्रकार का कष्ट में होकर के मुझे गुजरना नहीं पड़ेगा करके एक विचार बहुत लोगों का दिल में है. ഇവിടെയാണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന മഹാജ്ഞാനം ഇരിക്കുന്നത്. प्रियो, यहाँ पर स्वर्गीय ज्ञान का महत्व है. ക്രിസ്തുവില്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ലിസ്റ്റിലുള്ള ഒരു കാര്യവും അവന് സഹിക്കാൻ പറ്റത്തില്ല. प्रियो, जो मसीह बिना लोग है इसमें इस लिस्ट में बताया हुआ एक भी बात वो सह नहीं पाएगा. കഷ്ടത സഹിക്കാൻ കഴിയത്തില്ല, वो कष्ट को नहीं सह सकता, സങ്കടമോ ഉപദ്രവമോ ഒന്നും സഹിക്കാൻ കഴിയത്തില്ല. वो किसी प्रकार का क्लेश और उपद्रव नहीं सह सकेगा. അപ്പൊ നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ പരാജയമാണെന്ന് കാണുന്നു. अगर हम इसमें जाता है तो लोगों को लगता है कि ये हर रहा है. ഞാൻ ഒരിക്കൽ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു. मैंने एक बार एक प्रभु का दास प्रचार करते हुए ऐसे सुना. എങ്ങനെയാണ് അദ്ദേഹത്തെ ദൈവദാസൻ എന്ന് വിളിക്കുന്നത് എനിക്ക് അറിയത്തില്ല. उनको कैसा प्रभु का दास करके कह सकूं मुझे नहीं मालूम. അദ്ദേഹം പറയുന്നത് യേശുക്രിസ്തു ക്രൂശിൽ വരെയും പരാജിതനായിരുന്നു. अभी वो व्यक्ति कहता है कि प्रभु यीशु मसीह सूली पर तक हरा हुआ था. അവൻ ജയിച്ചത് പുനരുദ്ധാനത്തിലൂടെയാണ്. പുനരുദ്ധാനം കഴിഞ്ഞാണ് ജയിച്ചത്. वो विजय जो पाया वो पुनरुत्थान पाने के बाद में पाया करके ऐसा कहता है. कितना दुख की बात है. അപ്പൊ അവർ ചിന്തിക്കുന്ന, ലോകം ചിന്തിക്കുന്ന യേശു ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. प्रियो, दुनिया के लोग क्या सोचता है? प्रभु यीशु मसीह एक दरिद्र भवन में जन्म लिया. അവന് വിദ്യാഭ്യാസമില്ല, उनको एजुकेशन नहीं, അവന് ധനമില്ല, उनको धन नहीं, അവന് സാധാരണ ഒരു കഴിവുമില്ല. उनको कोई सामर्थ्य नहीं. ഒരു ആശാരിയുടെ മകനായി वो एक कारपेंटर का बेटा, ഒരു പരാജയ ജീവിതം നയിച്ച് वो एक हरा हुआ जीवन बिताकर ക്രൂശിൽ ലജ്ജിതനായിട്ട്. और क्रूस में बहुत लज्जा के साथ मर गया. ഇങ്ങനെയാണോ നമ്മൾ കർത്താവിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്? क्या इस रीति में हमने प्रभु के बारे में सोचा? പ്രിയമുള്ളവരെ, ഇതെല്ലാം യേശുക്രിസ്തു ജയത്തെ കാണിക്കുന്നതാണ്. प्रियो, ये सब वास्तव में प्रभु यीशु मसीह का विजय जीवन का रहस्य है. നമുക്ക് ജയം, നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള യേശു കർത്താവിന്റെ അധ്വാനമാണ് ഇതൊക്കെ. प्रियो, हमें विजय देने के लिए प्रभु यीशु मसीह का परिश्रम है ये सब. നമ്മളത് പരിശുദ്ധാത്മാവിൽ ഒന്ന് കണ്ടാൽ, ये पवित्र आत्मा में अगर इन बातों को हम जाने या देखें, നമ്മൾ 113 സങ്കീർത്തനം ഒന്ന് വായിക്കാം. जब 113 भजन संहिता हम पढ़ेंगे, 113 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 113 भजन संहिता में ऐसे एक शब्द है, നമ്മുടെ ദൈവത്തെ പോലെ ആരുള്ളൂ. हमारा परमेश्वर के जैसा ऐसा कौन है? അതില് 5ാം വാക്യം, उसका 5 वचन. हमारे परमेश्वर यहोवा के तुल्य कौन है? वो तो ऊंचे पर विराजमान है और आकाश और पृथ्वी पर भी दृष्टि करने के लिए झुकता है. ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ വായിക്കുകയാണ്, ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയെ പോലെ സദൃശൻ ആരുമില്ല. प्रियो, हालेलुया, इतनी महान पदवी में रहने वाला परमेश्वर यहोवा का तुल्य कौन है? कोई नहीं. എന്നാൽ അവൻ ആകാശത്ത് നിന്നും കുനിഞ്ഞു നോക്കുമ്പോൾ परंतु उस आकाश से वो पृथ्वी पर झुककर देखता है. അവന്റെ സൃഷ്ടികളെ അവൻ കാണുകയാണ്. वो उसकी सृष्टियों को देखता है. എങ്ങനെയാണ്? वो कैसे देखता है? അവർ എളിയവരാണ്, वो कंगाल है, അവർ പൊടിയിൽ കിടക്കുന്നവരാണ്, वो मिट्टी पर से है, അവൻ ദരിദ്രനാണ്, वो दरिद्र है, അവർ കുപ്പിയിൽ കിടക്കുന്നവരാണ്. वो दूरे पर से है. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവൻ അവരെ കാണുകയാണ്. उनको इस अवस्था में प्रभु देखता है. അപ്പൊ അവിടെ കുനിഞ്ഞു നോക്കുന്നു എന്നുള്ളത് എബ്രായ ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ, अगर वो झुक करके देखता है करके ये विषय को जब इब्राय भाषा में जब देखता है, അവൻ അവനെ തന്നെ താഴ്ത്തി നോക്കിയപ്പോൾ എന്നാണ്. वो अपने आप को नम्र करके देखा करके. അതിന്റെ अർത്ഥം മനസ്സിലായോ? उसका अर्थ आपको समझ में आया? അവൻ ഇരിക്കുന്നത് ഉന്നതത്തിലാണ്. प्रियो, वो बैठा है सबसे ऊंचे अवस्था में അവൻ ഈ ജനത്തെ കണ്ടു, और उसने प्रभु अपने लोगों को देखा എന്നിട്ട് അവരിൽ ഒരുവനെ പോലെ ആയി, और उनकी जैसा वो बन गया. എന്നിട്ട് അവൻ അവരിൽ ഒരാളെ പോലെ ആയിട്ട് നോക്കുകയാണ്, ഇവരെ എങ്ങനെ ജയിപ്പിക്കണം. और उनके समान होकर के वो ये सोचता है कि मैं उनको कैसा विजय दूं. അപ്പൊ അവൻ എളിയവനെ പോലെ വന്നു, और इसलिए वो एकदम कंगाल होकर आया, അവൻ ദരിദ്രനെ പോലെ വന്നു. और वो दरिद्र होकर के आया. എന്തിനാണ്? क्यों, किस लिए? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, वहां पर लिखा है, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ അവൻ താണു വന്നു. प्रियो, वो इस प्रकार के कंगालों को उस धूले से उड़ाने के लिए वो नम्र होकर के आया. അതാണ് കർത്താവിന്റെ ജയം. वो है प्रभु का विजय. എന്നാൽ ലോക മനുഷ്യന് അത് മനസ്സിലാവില്ല. परंतु दुनिया का लोग ये बात को नहीं समझे. പ്രിയമുള്ളവരെ, നമ്മളെ അവൻ കണ്ടപ്പോൾ നമ്മൾ ഏതെങ്കിലും നിലയിൽ ജയിച്ചവരാണോ? प्रियो, हमें जब प्रभु देखा, क्या हम किसी प्रकार हमें विजय पाया हुए लोग थे? ഒരിക്കലുമല്ല. कभी नहीं. നമ്മുടെ അവസ്ഥ ഇതാണ്. हमारा अवस्था ये जो बताया ये है. നമ്മൾ പൊടിയിൽ കിടക്കുന്നവരാണ്, നമ്മളെ കുഷ്ഠരോഗികളാണ്. प्रियो, हम लोग उस धूली में पड़े थे, हम कोड़ी लोग थे. കൂട്ടായ്മയുമായി ബന്ധമില്ലാതെ അന്യപ്പെട്ടു പോയ സ്ഥലം, हम संगति के साथ कोई संबंध ना रखते हुए एकदम दूर रहने वाला अवस्था. പാളയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. हम उस छावनी के ओर लौट नहीं आ सकता. നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം മുഴുവനും കുഷ്ഠരോഗത്തിന്റെ ആ വ്രണം നിറഞ്ഞതാണ്. हम लोग जो पहना हुआ वस्त्र जो कोड से भरा हुआ वस्त्र है. കർത്താവ് എന്ത് ചെയ്തു? प्रभु ने क्या किया? നമ്മൾ കിടന്ന സ്ഥാനത്തേക്ക് അവൻ വന്നു. हम जहां पर पड़े थे उस स्थान में प्रभु आया.
എന്തിനാണ് വന്നത്? क्यों आया? നമ്മളെ ജയിപ്പിക്കാൻ, हमें विजय देने के लिए, നമ്മുടെ വസ്ത്രം മാറ്റാൻ, हमारा वस्त्र को बदलने के लिए, നമ്മുടെ ആ ദുർമണങ്ങൾ മാറ്റാൻ, हमारे वो गंदगी को दूर करने के നമ്മളെ लिए, സുഗന്ധമുള്ളവരാക്കാൻ, हमें उस सुगंध से बनने के നമ്മളെ लिए, ദൈവമക്കളാക്കുവാൻ, हमें परमेश्वर का संतान बनाने के लिए, ദൂതന്മാരെക്കാൾ മുകളിൽ ഉയർത്തുവാൻ. हमें स्वर्गदूतों से भी ऊंचा करने के लिए. അങ്ങനെ അവൻ വന്നത് പരാജയമാണെന്ന് പറയുന്നത് എത്രയോ നിന്ദ്യമായ ഒരു കാര്യമാണ്. इस बात के लिए आया हुआ प्रभु के आगमन और हरा हुआ अवस्था था करके बोलना, इससे बड़ा निंदा की बात क्या है? ഇതാണ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. इसलिए प्रभु के वचन में लिखा है, क्रूस की कथा नाश होने वालों के लिए मूर्खता है. ക്രിസ്തു സഹിച്ചത് മുഴുവനും നമ്മളെ ജയിപ്പിക്കാനാണ്. प्रियोम, प्रभु यीशु मसीह ने जो भी सहा वो हमें विजय देने के लिए है. അവിടെ നമ്മൾ അപ്പോൾ കർത്താവിന്റെ ഉപദേശം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. പലർക്കും യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്ന് പറയുമ്പോൾ അവർ ഓരോരോ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, കർത്തൃമേശയിൽ പങ്കെടുക്കണം. ഇന്ന് സഭാ ഉപദേശം എന്ന് പറഞ്ഞ് നമ്മൾ ഉപദേശം ഉണ്ടാക്കിയിട്ടുണ്ട്. प्रभु यीशु मसीह का उपदेश क्या है हमको मालूम है क्या? कई लोगों ने ऐसा कुछ उपदेश बनाया है कि तुझे मन फिरना है, बपतिस्मा लेना है, अभिषेक पाना है. इस प्रकार लोगों ने कुछ उपदेश बनाया है. എന്നാൽ ഉപദേശത്തെക്കാൾ എല്ലാം പ്രധാനം ക്രിസ്തു തന്നെയാണ്. प्रियो, इस उपदेश से बढ़कर के विषय क्या है? प्रभु यीशु मसीह विषय है. നമുക്ക് കുറച്ച് ഉപദേശ സംഗതിയല്ല വേണ്ടത്. प्रियो, हमें कुछ उपदेश को प्राणा वो नहीं जरूरत है. അത് നമ്മെ ജയിപ്പിക്കുന്നില്ല. वो हमें विजय नहीं देता. എന്നാൽ നമ്മളെ നീച അവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തുന്നത്, हमें इस नीच अवस्था से हमें ऊंचा करने वाला, ഒടിയിൽ കിടക്കുന്നവരായ നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്, हमें उस धूली से हमें खड़ा करने वाला, ദരിദ്രരായ നമ്മളെ സമ്പന്നരാക്കുന്നത്, हमें उस दरिद्र अवस्था में से हमें संपन्न बनाने वाला. അതിനാണ് അവനെ തന്നെ താഴ്ത്തി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ उसके लिए उन्होंने अपने आप को नम्र और दीन किया, क्योंकि उस परमेश्वर के समान रहने वाला उस समानता को पकड़े ना रहते हुए അവൻ എന്ത് ചെയ്തു? वो क्या किया? അവൻ താണിറങ്ങി വന്നു. वो नम्र होकर के नीचे उतर कर आया. അപ്പോൾ യേശുക്രിസ്തുവിന് യേശുക്രിസ്തു എന്ന ഉപദേശമുണ്ട്. प्रियो, प्रभु यीशु मसीह को मसीह का उपदेश जरूर है. നമ്മളെ 2 യോഹന്നാൻ അതിന്റെ 9 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. जब दूसरा यूहन्ना 9 वचन में हम पढ़ता है, യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവർക്ക് പിതാവില്ല. प्रियो, जो मसीह के उपदेश में बना नहीं रहता उसके साथ पिता नहीं. പഠിച്ചു. जो कोई मसीह की शिक्षा से आगे बढ़ जाता है और उसमें बना नहीं रहता, उसके पास परमेश्वर नहीं. जो ഓക്കെ, അപ്പോൾ പിതാവില്ലെങ്കിൽ ആത്മാവുമില്ല. प्रियो, पिता नहीं है तो आत्मा भी नहीं. പിതാവും ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് ജയമില്ല. मसीह नहीं है तो हमें विजय नहीं. ക്രിസ്തു ഇല്ലെങ്കിൽ തേജസ്സില്ല. मसीह नहीं है तो हमें महिमा नहीं. ക്രിസ്തു ഇല്ലെങ്കിൽ നീതീകരണമില്ല. मसीह नहीं है तो हमें धार्मिकता नहीं. ക്രിസ്തു ഇല്ലെങ്കിൽ ഒന്നുമില്ല. प्रियो, मसीह नहीं तो कुछ भी नहीं. വെറും ശൂന്യം, പരാജയം മാത്രമാണ്. वो बिल्कुल हरा हुआ अवस्था में, शून्यता का अवस्था में. അപ്പൊ കർത്താവ് താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ ഉപദേശിച്ചു തുടങ്ങിയെന്ന് വായിക്കുന്നുണ്ട്. जब प्रभु यीशु मसीह जब दुनिया में था तब अपने चेहरों से उन्होंने कुछ उपदेश देने लगा करके लिखा है. ആ ഉപദേശം സാത്താൻ ഇഷ്ടമല്ല. वो उपदेश कभी भी शैतान नहीं चाहता. മനുഷ്യനുണ്ടാക്കിയ ഉപദേശ സംഹിത സാത്താൻ ഇഷ്ടമാണ്. കാരണം അവിടെ ക്രിസ്തുവില്ല. मनुष्य ने बनाया हुआ उपदेश शैतान को बहुत पसंद है, क्योंकि वहां पर उसमें मसीह नहीं. ഇവിടെ കർത്താവ് വളരെയധികം നിന്ന് അനുഭവിക്കുന്നതും കഷ്ടം അനുഭവിക്കുന്നതുമായ വിഷയമാണ് ശിഷ്യന്മാരോട് പറയുന്നത്. നമ്മള് മർക്കോസിന്റെ സുവിശേഷം 8 അധ്യായം जब यहाँ पर हम देखते हैं कि प्रभु यीशु मसीह कष्ट सहने के बारे में, निंदा सहने के बारे में यीशु मसीह उनको बताता है. जब मरकोस का समाचार उसके 8वां अध्याय അതിന്റെ 31 വാക്യം വായിക്കുമ്പോൾ उसका 31 वचन जब आप पढ़ता है, मरकोस 8 अध्याय का 31 वचन, तब वो उन्हें सिखाने लगा कि मनुष्य के पुत्र के लिए अवश्य है कि वह बहुत दुख उठाए और पुरनियों और प्रधान याजक और शास्त्री उसे तुच्छ समझकर मार डाले और वह 3 दिन के बाद जी उठे. उसने यह बात उनसे साफ साफ कह दी. ഓക്കെ, എന്താ കർത്താവ് ഉപദേശിച്ചു തുടങ്ങി? उन्होंने क्या उपदेश देने लगा? ആ ഉപദേശിച്ചു തുടങ്ങിയ കാര്യം സംബന്ധിച്ച് കർത്താവ് അവരെ എന്താ ഉപദേശിച്ചു തുടങ്ങിയത്? क्या उनको प्रभु ने उपदेश देने लगा? കർത്താവ് അനുഭവിക്കാൻ പോകുന്ന നിന്ന, പരിഹാസം, വേദന, കഷ്ടത, ഇതൊക്കെയും നമ്മളെ ഉന്നതന്മാരാക്കാൻ വേണ്ടിയുള്ള ഈ സത്യം സാത്താൻ ഇഷ്ടമില്ല. ഇത് കേട്ടപ്പോൾ ഉടനെ പത്രോസ് എന്ത് ചെയ്തു? यहाँ पर हम देखते हैं कि प्रभु यीशु मसीह जो सहने जा रहा है, वो दुख, वो वेदना, वो निंदा, वो कष्ट, ये सुनने के समय में, इसके बारे में सुनने के समय में तुरंत पत्रोस ने क्या कहा? അവിടെ ഉപദേശിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഈ കാര്യം തുറന്നു പറഞ്ഞു എന്ന് പറയുക. और ये उपदेश देने लगा, और इतना ही नहीं, वो खोल कर समझाया. ऐसा लिखा है. അപ്പോൾ तो ഇത് ശിഷ്യന്മാർ ഗ്രഹിക്കുമെന്ന് കണ്ടപ്പോൾ, जब ये चेले लोग समझेगा करके जब जाना, तब ജയത്തിന്റെ വഴി മനസ്സിലാകുമെന്ന് കണ്ടപ്പോൾ, विजय की मार्ग वो लोगों को समझ में आएगा करके जब जाना, तब സാത്താൻ തലവേദനയായി. शैतान को सिरदर्द होने लगा. നോക്കുക देखिए അടുത്ത വാക്യം,
वहां पर അപ്പോൾ से आगे അത് കേട്ട് അപ്പോൾ पर इस उसके हाँ। पर पतरस उसे अलग ले जाकर झिड़कने लगा, परंतु उसने फिरकर अपने चेलों की ओर देखा और पतरस को झिड़क कर कहा, हे शैतान, मेरे सामने से दूर हो, हाँ। क्योंकि तू परमेश्वर की बातों पर नहीं हाँ। परंतु मनुष्य की बातों पर मन लगाता നോക്കുക, है। യേശു അവിടെ കഷ്ടം അനുഭവിക്കരുത് ये यहाँ पर देखिए मतलब उनका कहने का अर्थ क्या है, यीशु कष्ट नहीं എന്ന് सहना। പറഞ്ഞാൽ നമ്മളെ ജയിപ്പിക്കാനുള്ളതൊന്നും യേശു ചെയ്യരുത്. बोलने का अर्थ क्या है कि जो हमें विजय देने वाला कोई भी काम यीशु मसीह नहीं करना। പിതാവിന്റെ ഇഷ്ടം എന്താണ്? पिता की इच्छा क्या है? തന്റെ പുത്രൻ ഈ രീതിയിലെല്ലാം പോയി ഒരു ജനത്തെ ഉയർത്തിക്കൊണ്ട് വരണം. अब अपना पुत्र इन सारे कष्ट वेदनाओं में होकर के एक झुंड को ऊपर लाना। അപ്പൊ കഷ്ടം അനുഭവിച്ചതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? इसका मतलब कष्ट सहने के पीछे उसका भेद क्या है? ക്രിസ്തു കഷ്ടം അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ജയിക്കത്തില്ല. प्रियो, अगर यीशु मसीह कष्ट नहीं सहता तो मैं कभी विजय नहीं होता। അവന്റെ കഷ്ടത മുഴുവനും ദൈവസ്നേഹത്തിന്റെ പ്രകടനമാണ്. प्रियो, प्रभु यीशु मसीह ने जो भी सहा हुआ सारा कष्ट प्रभु का प्रेम का एक प्रकट चिन्ह है। അപ്പോൾ എന്താണ് യേശുവിന്റെ ഉപദേശം? इसका मतलब यीशु मसीह का उपदेश क्या है? ക്രൂശ. क्रूस है। ക്രൂശിന്റെ മർമ്മം നമ്മള് വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസും വിശുദ്ധന്മാരെല്ലാം ഈ സത്യം പഠിപ്പിക്കുന്നുണ്ട്. प्रियो, प्रेरित लोग सब, प्रेरित पौलुस और अन्य प्रेरित लोग सब ये वेद के बारे में सिखाता है। നമ്മൾ തേജസ് പ്രാപിക്കണമെങ്കിൽ ക്രിസ്തു കഷ്ടങ്ങളിലൂടെ പോകണം. प्रियो, हमें महिमा पाने के लिए प्रभु यीशु मसीह कष्ट में होकर गुजरना पड़ता। നമ്മൾ അവിടെ വായിക്കാം, നമുക്ക് എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം जब इब्रानियों का पत्री उसका दूसरा अध्याय അതിന്റെ 10-ാം വാക്യത്തിൽ उसका 10वां वचन में, इब्रानियों का पत्री दूसरा अध्याय का 10 वचन, क्योंकि जिनके लिए सब कुछ है और जिनके द्वारा सब कुछ है, उसे यही अच्छा लगा कि जब वह बहुत से पुत्रों को महिमा में पहुंचाए तो उनके उद्धार के कर्ता को दुख उठाने के द्वारा सिद्ध करे। ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? यहाँ पर हमने क्या सीखा? അനേകം പുത്രന്മാരെ बहुत से पुत्रों को തേജസ്സിലേക്ക് നയിക്കേണ്ടതിന്, महिमा में ले आने के എന്ന് लिए, പറഞ്ഞാൽ ജയത്തിലേക്ക് നയിക്കേണ്ടതിന്, इसका मतलब विजय में लेकर आने के लिए, ഒരിക്കലും നഷ്ടമാകാത്ത അത്യുന്നതമായ പദവിയിലേക്ക് അവരെ ഉയർത്തേണ്ടതിന്, कभी भी नष्ट न होने वाला ऊंचा पदवी में लाने के लिए, അവരെ ജയിപ്പിക്കുന്നവൻ उनको विजय देने वाला, കഷ്ടാനുഭവങ്ങളിലൂടെ പോകണം. वो कष्ट में होकर गुजरना। ഇത് ദൈവഹൃദയത്തിന്റെ നിശ്ചയമായ കാര്യമാണ്. ये परमेश्वर के हृदय का पहले का निर्णय है। സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ ദൈവം തന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച കാര്യമാണിത്. प्रियो, सारे बातों को बनाने वाला उसका सृजनकार परमेश्वर की दिल के अंदर का एक गूढ़ गुप्त बात है। തന്റെ പുത്രൻ मेरी बेटा ഈ കഷ്ടങ്ങളിലൂടെ ജയം പ്രാപിച്ചാൽ इन कष्टों में होकर के विजय प्राप्त करने के द्वारा എനിക്കൊരു കൂട്ടം ജനമുണ്ടാകും. मुझे एक झुंड लोग तैयार हो जाए അവരെ എനിക്ക് മക്കൾ എന്ന് വിളിക്കാം. और मैं उनको अपना बेटा कहेगा। അപ്പൊ നമ്മളെ തേജസ്സിലേക്ക് നയിക്കാനായിട്ട് हमें उस महिमा में ले आने के അപ്പൊ लिए യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചത് പാപപരിഹാരത്തിന് വേണ്ടി മാത്രമാണെന്നുള്ളത് ചിന്തിക്കരുത്. प्रियो, प्रभु यीशु मसीह जो कष्ट सका ये सिर्फ मुझे पाप से छुटकारा देने के लिए सिर्फ था करके मत सोचना। അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആന്തരിക അർത്ഥങ്ങൾ വലുതാണ്. प्रियो, उसके अंदर जो बात जो गुप्त है वो बात बहुत बड़ा है। നമുക്ക് ലഭിച്ചതെല്ലാം ജയത്തിൻ്റെതായ കാര്യങ്ങളാണ്. प्रियो, हमें जो कुछ भी मिला है वो विजय की बात मिला है। നമുക്ക് പാപമോചനം കിട്ടണോ? हमें पाप का क्षमा चाहिए, നമുക്ക് കർത്താവ് കഷ്ടം അനുഭവിക്കണം. हमारा प्रभु यीशु मसीह कष्ट सहना पड़ेगा। നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണമോ? हमें प्रभु पवित्र आत्मा मिलना चाहिए, യേശു കഷ്ടം അനുഭവിക്കണം. प्रभु यीशु कष्ट सहना है। നമുക്ക് वചനം കിട്ടണമോ? हमें वचन मिलना है, കഷ്ടം അനുഭവിക്കണം. प्रभु कष्ट सहना है। നമുക്ക് പുത്രത്വം കിട്ടണമോ? हमें पुत्रत्व को मिलना है, കഷ്ടം അനുഭവിക്കണം. प्रभु कष्ट सहना है। നമ്മൾ തേജസ്കരണം പ്രാപിക്കണോ? अगर हमें महिमा पाना है, ക്രിസ്തു കഷ്ടം അനുഭവിക്കണം. मसीह कष्ट सहना है। അപ്പൊ ഇതാണ് അവൻ ഉപദേശിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. ये बातें प्रभु यीशु मसीह उपदेश देने लगा चेलों को। ഈ ഉപദേശത്തെ മാറ്റിവെച്ച് ഏതാണ്ടൊക്കെ കുറെ കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മളായിപ്പോയി. इन उपदेशों को हटा करके मनुष्य ने तैयार किया हुआ कुछ उपदेशों के पीछे लोग बदलने लगा। കർത്താവ് എന്നിട്ട് തുടർന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, और आगे प्रभु उनको पूछता है, നിങ്ങൾ അതായത് ഒരു മനുഷ്യൻ അതിന്റെ 36-ാം വാക്യം 8:36 മർക്കോസ് 8:36 मरकोस 8 अध्याय का 36 वचन में प्रभु उनको पूछता है। मरकोस 8 अध्याय का 36 वचन, यदि मनुष्य सारे जगत को प्राप्त करे और अपने प्राण की हानि उठाए तो उसे क्या लाभ होगा? मनुष्य ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിരിക്കട്ടെ, ജയിച്ചെന്നിരിക്കട്ടെ, एक व्यक्ति सारा संसार को जीत लिया करके सोचिए,
നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മള് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, हम लोग अलेक्सांडर महान राजा के बारे में हम पढ़ते हैं। ആർക്കാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് ആരാണ് ആ പേരിട്ടത്? कौन इसको ये महान करके नाम दिया? ഈ ലോകത്തിലെ മനുഷ്യൻ. ये दुनिया का मनुष्य। അദ്ദേഹം പോലെ രാജ്യങ്ങൾ കീഴടക്കി, उन्होंने बहुत राज्यों को अपना कब्जा में लाया। അദ്ദേഹം യുദ്ധം ചെയ്ത് കുതിര അവനെ രക്ഷിച്ചു. उन्होंने लड़ाई किया और घोड़े के सहारे में विजय पाया। പക്ഷെങ്കിൽ ഒരു കൊതുക് കടിച്ച് മരിച്ചുപോയി. परंतु एक मच्छर काटने से वो मर गया। അവൻ എന്ത് നേടി? वो क्या जीता? അവൻ നേടിയോ? वो कुछ जीता क्या? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും प्रियो एक इंसान ने सारा संसार को भी जीता। ഇത് അലക്സാണ്ടറെ സംബന്ധിച്ചും നെപ്പോളിയനെ സംബന്ധിച്ചും ലോകത്തിലെ ഹിറ്റ്ലറെ സംബന്ധിച്ചും ആരെ സംബന്ധിച്ചും ഏത് നേതാവിനെ സംബന്ധിച്ചും ഈ വാക്യം ഷൂട്ടാണ്. प्रियो ये जो वचन है, ये अलेक्जेंडर के बारे में हो, नेपोलियन के बारे में हो, हिटलर के बारे में हो, किसी के बारे में भी एक इंसान ने सारे जगत को भी जीता और अपने प्राण को उन्होंने जीत नहीं पाया तो क्या फायदा? എന്തിനാ നമ്മൾ അലക്സാണ്ടറിലേക്കൊക്കെ പോകുന്നത്? നമ്മുടെ अलेक्जेंडर के पास आने का നമ്മുടെ മഹാത്മാ ഗാന്ധിജി അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്കൊന്ന് ഓർക്കാം. हम अपने राष्ट्रपिता महात्मा गांधी को आप सोचो। നമുക്ക് രാഷ്ട്രപതിയെ കുറിച്ച് പറയുമ്പോൾ പലർക്ക് പ്രയാസമുണ്ട്. राष्ट्रपिता महात्मा गांधी के बारे में बोलने के समय में कई लोगों को तो जो दुख लगेगा। പക്ഷെങ്കിൽ എനിക്ക് ഈ കർത്താവിന്റെ ദാസൻ ഒരിക്കൽ പറയുന്നത് കേട്ടു. प्रभु का दास ने एक बार ऐसे कहा, സരോജിനി നായിഡു താൻ മരിച്ച ശവക്കളറിയിലേക്ക് വന്നു ഒരു ദിവസം. जब मरने के बाद में सरोजिनी नायडू उसकी कब्र में आया। സരോജിനി നായിഡു തന്നെയല്ലേ? വന്നിട്ട് ചോദിച്ചു, महात्मावे, ജീവിച്ചിരുന്നപ്പോ महात्मावे എന്ന് വിളിച്ചില്ലേ? मानो दुनिया के लोगों ने उनको महात्मा करके कहता था, इसलिए महात्मा करके वो सरोजिनी नायडू रोते रोते कहता है, അങ്ങ് എവിടെ? आप कहाँ हैं? നിങ്ങളെ എങ്ങനെയാണ് മഹാത്മാവ് എന്ന് വിളിക്കുന്നത്? യേശു ക്രിസ്തു മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവനാണ് മഹാത്മാവ്. प्रियो अभी वो बोलता है कि यीशु मसीह मरने के बाद तीसरा दिन जी उड़ा, अभी 12 दिन हो गया, आप जी नहीं उड़ा, फिर आपको कैसे महात्मा कहेगा? നോക്കുക, ലോക മനുഷ്യർ പോലും അത് അല്പജ്ഞാനമുള്ളതായി വിലയിരുത്തി നമ്മുടെ മഹാത്മാ ഗാന്ധി ഒരു മഹാത്മാവല്ല, കാരണം മറ്റുള്ളവരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. प्रियो दुनिया का लोग भी ये बात को समझा कि वो महात्मा नहीं है, क्योंकि वो और लोगों को कभी पहचान नहीं पाया। അപ്പോൾ യേശു കർത്താവിനെ നോക്കും, ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തന്റെ ജീവനെ നഷ്ടമാകുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? प्रभु यीशु मसीह यहाँ पर पूछता है कि एक इंसान ने सारा जगत को जीता पर तो अपना आत्मा को नष्ट किया तो उन्हें क्या लाभ है? എന്നിട്ട് അവൻ തന്റെ ജീവന് വേണ്ടി എന്ത് മറുവില കൊടുക്കും? और अपने प्राण को बचाने के लिए वो क्या दाम देगा? മറുവില കൊടുക്കുക എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. प्रियो का छुटकारा का दाम देना बाइबल के अनुसार एक महान बात है। അത് നമ്മള് 49 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. जब हम 49 भजन संहिता 7 से 9 तक जो पढ़ता है वहां पर हम पढ़ता है അത് സാധ്യമല്ല. वो असंभव है। കാരണം അസാധ്യമായ ഒരു കാര്യമാണ് മനുഷ്യന് വീണ്ടെടുപ്പില കൊടുക്കുക എന്നുള്ളത്. प्रियो वो असंभव है कि मनुष्य का छुटकारा का दाम चुकाए। എന്നാൽ മനുഷ്യർക്കാർക്കും കഴിയാത്ത കാര്യം, परंतु जो मनुष्य से जो असंभव है, कोई भी नहीं कर सकता वो काम യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ള ജയമല്ലേ? प्रभु यीशु मसीह ने हमारे लिए किया, ये बात विजय नहीं क्या? പ്രൈസ് ദി ലോർഡ്. हालेलुया। മനുഷ്യ അവൻ കർത്താവ് എന്തിനാണ് വന്നത്? प्रभु यीशु मसीह किस लिए आया? നമ്മൾ 10ാം അധ്യായത്തിൽ, കാരണം ഈ മനുഷ്യൻ എന്ത് വില കൊടുത്ത് നേടാൻ കഴിയാത്ത ഈ കാര്യം തന്റെ ജീവനെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. प्रियो प्रभु इस दुनिया में मनुष्य 45 अपना भी दाम दे करके प्राप्त नहीं कर सकता, वो कार्य प्रभु ने किया। क्योंकि हम मरकोस 10 अध्याय का 45 वचन में हम पढ़ता है, क्योंकि मनुष्य का पुत्र इसलिए नहीं आया कि उसकी सेवा टहल की जाए, पर इसलिए आया कि आप सेवा टहल करे और बहुतों की छुड़ौती के लिए अपना प्राण दे। തന്റെ പ്രാണനെ, अपनी प्राण को। എന്തിനാണ്? യേശു ക്രിസ്തുവിന് തന്നെ വില കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു ക്രിസ്തു നമ്മളെ ജയിപ്പിക്കാൻ വന്നവനാണ്, രക്ഷിക്കാൻ വന്നവനാണ്. प्रियो प्रभु को अपने प्राण देने की जरूरत नहीं, वो हमें विजय देने के लिए आया है। യേശുവിന് രക്ഷ ആവശ്യമില്ല. प्रभु यीशु मसीह को स्वयं उद्धार की जरूरत नहीं। അവന് ദൈവം നമ്മൾ കണ്ടല്ലോ 113 സംഘം, ഒരു ജനത്തെ കണ്ടു, ദരിദ്രരെ, അന്ധരായിരിക്കുന്നവരെ, യാതൊരു മാർഗവുമില്ല, തോറ്റ് കംപ്ലീറ്റ് താണുപോയ ഒരു ജനത്തെ ഉയർത്താൻ അവൻ താണിറങ്ങി വന്നു. हमने थोड़ी देर पहले 113 वचन संहिता में देखा कि बहुत कंगाल लोग, धूली में पड़े हुए लोग, किसी प्रकार भी कुछ लायक नहीं, ऐसा लोगों को ऊंचा करके उनका उद्धार करने के लिए हुआ। അപ്പോൾ ഈ രക്ഷ കിട്ടിയെങ്കിൽ, इस उद्धार हमने ഈ पाया, മറുവിലെ കാണുമ്പോൾ इस छुटकारा का दाम को जब हम देखेगा, നാം ദേവഘോഷം മുഴക്കും. प्रियो हम जय जयकार करेगा। നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഈ വീണയിടണം. प्रियो हम कितना भी प्रतिकूल में भी क्यों ना हो, परंतु ये बात को देखेगा तो हम जय जयकार करना ही है। നമ്മൾ നേരത്തെ കണ്ടു, हमने पहले भी देखा യോഹന്നാൻ കരഞ്ഞു.
യോഹന്നാൻ ने रोया, പക്ഷേ യോഹന്നാന്റെ ആ കരച്ചിൽ സന്തോഷമായിട്ട് മാറി. परंतु वो യോഹന്നാൻ का वो रोना बाद में खुशी में बदला. അവരെ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ വരുന്നത് കണ്ടു. वहां पर एक मेमना वधु हुआ, मेमने को वहां पर देखा. അവൻ വെളിപ്പെട്ടപ്പോഴേക്കും जब वो प्रकट हुआ, ദൂതന്മാരും മൂപ്പന്മാരും എല്ലാം അവന് മുമ്പിലേക്ക് വീണു. वहां पर हम देखते हैं कि सारे पूर्णी लोग, दूध लोग सब उसके सामने गिर गया. അവർ പറയുകയാണ്, അവർ വായിക്കുകയാണ്. वहां पर हम पढ़ते हैं, അതിന് 11ാം വാക്യം മുതൽ വായിക്കുമ്പോൾ उसका 5 अध्याय का 11 वचन से जब हम पढ़ता है प्रकाशित वाक्य 5 अध्याय का 11 वचन से, जब मैंने देखा तो उस सिंहासन और उस प्राणियों और उन प्राचीनों के चारों ओर बहुत से स्वर्गदूत का शब्द जिनकी गिनती लाखों और करोड़ों की थी, और वे ऊंचे शब्द से कहते थे, वध किया हुआ मेमना ही सामर्थ और धन और ज्ञान और शक्ति और आदर और महिमा और धन्यवाद के योग्य है. അവരെന്താ പറയുക? അറക്കപ്പെട്ട കുഞ്ഞാട്. वे वहां पर वो लोग क्या बोलते हैं? वध हुआ हुआ मेमना. അവിടെ അപ്പൊ കർത്താവായ യേശു ക്രിസ്തു അറക്കപ്പെട്ടത് बालो प्रभु यीशु मसीह जो वध हुआ, നമുക്ക് ഭയങ്കരമായ ധനമുണ്ടാക്കി. हमें बहुत बड़ा धन लेकर आया. നമുക്ക് ആ കുഞ്ഞാടിന് മഹത്വം, അവന് മാനം, അവന് ബഹുമാനം, അവന് സ്തുതി, അവന് സ്തോത്രം നമ്മൾ എടുക്കുകയല്ല. प्रियोम आलिया उस वध किया हुआ मेमने को हम देखते हैं कि सामर्थ्य, धन, ज्ञान और शक्ति और आदर और महिमा, धन्यवाद, सब बात का योग्य वो है. हम नहीं ले रहे, प्रभु को दे रहे. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതാണ് ജയഘോഷം. वो है विजय का ध्वनि. നമ്മള് ജയഘോഷം അറിയുന്ന ജനം ഭാഗ്യവാന്മാർ. നമ്മൾ വായിച്ചു 189 സങ്കീർത്തനം 15ാം വാക്യം. जब हमने देखा था कि जो लोग इस विजय का महत्व को जानता है, वो प्रभु को जय जयकार करता है, वो धन्य लोग है करके हमने देखा. അപ്പോൾ നമുക്ക് ഈ ജയം തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ജയത്തിന്റെ കർത്താവിനെ നമ്മൾ എപ്പോഴും കാണുവാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ प्रयोग इस विजय देने वाला प्रभु को देखने लायक हमारा विश्वास की आंखें जब खोल जाता है. നമ്മൾ നേരത്തെ റോമാലേഖനം 8ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, 36 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. കഷ്ടത വരട്ടെ, സങ്കടം വരട്ടെ, പട്ടിണി വരട്ടെ, ദാരിദ്ര്യം വരട്ടെ, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുകയാണ്. जब हमने रोमियो 8 अध्याय का 36 वचन से जब आगे पढ़ा था, तब कष्ट आने दो, कंगाल आने दो, उपद्रव आने दो, इन सारे बातों में हम विजय से बढ़कर रह करके देखा. അവൻ ജയിച്ചവനായും ജയിപ്പിക്കുന്നവനായിട്ടും അവനെ കണ്ടുകൊണ്ടിരുന്നാൽ प्रियो वो विजयी है और विजय देने वाला है, इस रीति में अगर हम उसको देखते रहेगा, അങ്ങനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ और इस रीति में अगर हम विश्वास करते रहेगा, നമ്മുടെ ഉയർച്ച എത്ര ശ്രേഷ്ഠമാണ്. हम कितना अच्छी रीति में ऊंचाई की ओर बढ़ते जाएगा. അപ്പോൾ നമ്മൾ കരയേണ്ട സാഹചര്യം വരാം, हम शायद रोने की अवस्था आएगा, നമ്മൾ ദുഃഖിക്കേണ്ട സാഹചര്യം വരാം. हम दुखी होने का अवस्था आएगा. പക്ഷെങ്കിൽ നമ്മൾ ശരിക്കും ഒന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് परंतु हम अगर सच्चा दिल से प्रभु के निकट जाकर നാം വാതിലടച്ച് हम द्वार बंद करके ദൈവത്തിന്റെ പദ്ധതിയെ നമ്മളൊന്ന് കാണുമ്പോൾ प्रभु की योजना को अगर हम देखेगा, तो എന്റെ വീണ്ടെടുപ്പ് വില സ്വർഗത്തിലുണ്ട്. मेरा छुटकारा का दाम प्रभु ने स्वर्ग में दिया, स्वर्ग में रखा है. എന്റെ പ്രതിഫലം ക്രിസ്തുവാണ്. मेरा प्रतिफल प्रभु यीशु मसीह है. നോക്ക, സ്തെഫാനോസ് കല്ലേറ് കൊള്ളുകയാണ്. जब स्तेफानोस पथरवाह करके मारा जा रहा था, वो पथरवाह खा रहा था. അവൻ സാഹചര്യങ്ങളിലേക്ക് നോക്കി നിരാശപ്പെട്ടില്ല. उन्होंने उस चारों तरफ की अवस्था को देख करके निराश नहीं हुआ. അവൻ എന്നേക്കും ജയിച്ചവനെ കാണുകയാണ്. उन्होंने हमेशा के लिए विजय प्राप्त किया हुआ प्रभु यीशु को देख रहा है. ഓ, ഞാൻ കാണുന്നു, मैं देखता हूँ, ഞാൻ കാണുന്നു. मैं देखता हूँ. അക്ഷരീയമായിട്ട് ആ സ്വർഗം തുറന്നു. प्रियो वास्तव में वहां पर स्वर्ग खुल गया. പിതാവ് ഇരിക്കുന്നത് കണ്ടു. उन्होंने पिता को देखा, बैठा പിതാവിന്റെ हुआ. മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് प्रभु पिता की महिमा की दाहिनी ओर. അവൻ പറയാണ്, ओ स्तेफानोस कहता है, ഞാൻ എത്ര ഭാഗ്യവാൻ, मैं कितना धन्य है, ഞാൻ എത്രയോ ഭാഗ്യവാൻ. मैं कितना धन्य है. നമ്മള് ദേവദാസനായ DL മോഡി जब प्रभु का दास DL मोडी മരണസമയത്തോട് അടുത്ത് വന്നപ്പോൾ जब मृत्यु के निकट जब आया, അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറയാൻ തുടങ്ങി, ഇദ്ദേഹം മനസ്സ് വലയുകയാണ്, പ്രയാസപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞു. शायद उधर ही खड़ा हुआ लोग उनको देख करके बोला कि शायद उनका मन व्याकुल हो रहा है, वो बहुत तकलीफ में है करके वो सोचा. പക്ഷെ അദ്ദേഹം അല്പ മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുണ്ടായി, और थोड़े समय के बाद में वो मोडी कहता है, ഇതാണോ മരണം? क्या ये मृत्यु है? ഇതെന്റെ കിരീടധാര ദിവസമാണ്. ये मेरा मुकुट धारण करने का दिन है. എന്റെ ജയത്തിന്റെ മുകുടം എന്നെ ആ കിരീടം അണിയിക്കുന്ന ദിവസമാണ്. ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കുകയാണ്. मैं उस विजय के लिए, मैं उस मुकुट धारण करके आज मैं आनंद और मगन हूँ. ഞാൻ നിങ്ങൾ പറയുന്നത് അലയുകയല്ല. मैं तुम लोग जो सोच रहा है ना, ऐसा मैं अभी यहाँ पर नई निराश होकर के भड़क रहा है. പിന്നെ നമുക്കും ആ ഭാഗ്യമില്ലേ? प्रिया प्रिया पवित्र लोगों, क्या हमें भी वो धन्य अवस्था नहीं? നമ്മുടെ ജയിച്ച അവസ്ഥയെ വാസ്തവത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ട് സന്തോഷിക്കാൻ പോകുന്ന ദിവസമാണ് ഒന്നുകിൽ കർത്താവ് വരുന്ന ദിവസം, അല്ലെങ്കിൽ മരണ ദിവസം. प्रियो, हम जो विजय प्राप्त करके जीवन बिताता है करके जानने वाला वो दिन है, एक ही प्रभु का आगमन का दिन, नहीं तो मृत्यु का दिन. ഒരു വിശുദ്ധൻ മരിക്കുന്നത് പോലെ
മരിക്കുക എന്നുള്ളത് എത്ര ശ്രേഷ്ഠമാണ്. प्रियो, एक पवित्र जन जैसा मरता है, ऐसा मरने का अनुभव कितना श्रेष्ठ है. പക്ഷെങ്കിൽ പലരും അങ്ങനെ നമ്മൾ ബിലയാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ हम देखते हैं बिलियाम के बारे में, ഒരു വിശുദ്ധൻ മരിക്കുന്നത് പോലെ മരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. वो अपने जीवन में प्रार्थना में कहता है कि एक भक्त के जैसा मैं मरने दो. പക്ഷെ യോശുവ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. परंतु हम देखते हैं कि योशुआ ने उनको तलवार से मार डाला. എങ്ങനെ മരിച്ചു? कैसे मरा? ഒരു നീചനെ പോലെ മരിച്ചു. एक नीच व्यक्ति, एक दुष्ट के जैसा मरा. എന്നാൽ ഒരു വിശുദ്ധനെ പോലെ മരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ ഒരു നീചനെ പോലെ മരിച്ചത്. प्रियो, हमें एक पवित्र जन का मृत्यु देने के लिए हमारा प्रभु यीशु मसीह एक नीच होकर के दुष्टों के जैसा मृत्यु पाया. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ക്രൂശീകരണം അല്ലെങ്കിൽ ആ മരണം प्रभु यीशु मसीह की उस सूली की मृत्यु നമുക്ക് നേടിത്തന്ന ജയം നമ്മൾ ഘോഷിക്കണം. हमें जो दिया हुआ उन विजयों के बारे में हमेशा हमें घोषणा करना चाहिए. അതാണ് നമ്മൾ കർത്താവിന്റെ മേശയിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത്. वही बात को हम जब भी हमेशा प्रभु का मेष में आता है तो हम देखते हैं. അപ്പോൾ അവൻ ആരായിട്ട് ജയിപ്പിക്കുന്നവനായിട്ട് വരുന്നു. प्रियो, वो विजय देने वाला होकर आता है. അതാണ് നമുക്ക് ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ जब हम यशायाह नबी के किताब में उसका 9 अध्याय का 6 वचन में पढ़ता है कि हमारे लिए एक बालक दिया गया. ആ ശിശുവിനെ കുറിച്ചുള്ള വിവരണം നോക്കണം. उस बच्चे के बारे में जो विवरण दिया है वो बात को देखेगा. നമുക്ക് എത്ര വലിയ കാര്യങ്ങളാണ് ഈ ശിശുവിനെ കുറിച്ചുള്ളത്. നമുക്ക് ദൈവം ദാനം തന്ന അല്ലെങ്കിൽ നമുക്ക് ജയിപ്പിക്കാൻ ആരെ തന്നത്? हमें विजय देने के लिए प्रभु ने किसको दिया? क्योंकि हमारे लिए एक बालक उत्पन्न हुआ, हमें एक पुत्र दिया गया है और प्रभुता उसके कांधे पर होगी और उसका नाम अद्भुत युक्ति करने वाला, पराक्रमी परमेश्वर, अनंत काल का पिता और शांति का राजकुमार रखा जाएगा. അപ്പോൾ എല്ലാവർക്കും സന്തോഷിക്കാനും ആനന്ദിക്കാനും ജയഘോഷിക്കാനും ഉള്ള ദൈവത്തിന്റെ ദാനമാണ് ഈ പുത്രൻ. प्रियो, सभी लोग प्रभु में आनंदित और मगन होकर के हमेशा आनंद में रहने के लिए दिया हुआ एक बेटा है, पुत्र. പക്ഷെ എല്ലാവരും ആ ഒരു പദവിയിലേക്ക് എത്തുന്നില്ല. तो सब लोग उस पदवी में नहीं पहुंचते. കർത്താവ് ജനിച്ചതിനുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം ശിശു ജനിക്കുകയാണ്. जब प्रभु यीशु मसीह के जन्म के बारे में लूका का सुसमाचार 2 अध्याय का 10 वचन में जब प्रभु का जन्म का समय में कहता है, അവിടെ അത് വായിക്കുമ്പോൾ നമുക്കത് അറിയാം. जब लूका 2 अध्याय का 10 वचन, तब स्वर्गदूत ने उससे कहा, मत डरो, क्योंकि देखो मैं तुम्हें बड़े आनंद का सुसमाचार सुनाता हूँ. നോക്കുക, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഈ ശിശു അല്ലെങ്കിൽ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. ഈ ശിശു നൽകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. जबकि यशायाह में कहा हुआ ये जो बच्चा हमें दिया गया, वो बच्चे के बारे में कहता है कि सारे लोगों के लिए आनंद का सुसमाचार. അത് സാധാരണ സന്തോഷമല്ല, ये सादा आनंद नहीं, മഹാസന്തോഷം बड़ा आनंद ഞാൻ നിങ്ങളോട് സുവിശേഷിക്കാം. मैं तुम्हें बताता हूँ. അതെന്താണ്? वो क्या है? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, मतलब जो प्रभु यीशु मसीह, मतलब तुम्हारे लिए एक उद्धारकर्ता जन्मा है, वही यही मसीह प्रभु है. നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. तुम्हारे लिए जन्मा है. അപ്പൊ യേശുവിന്റെ ജനനം ഭയങ്കര സന്തോഷമല്ലേ? क्या प्रभु यीशु मसीह का जन्म एक बड़ा आनंद नहीं? നമ്മളെ ജയിപ്പിക്കാനായിട്ട് ജനിച്ചവനാണ്. जो हमें विजय देने के लिए जन्म हुआ. അപ്പോൾ ഒരു സൈന്യം അവിടെ അതിന്റെ അടുത്ത 13-ാം വാക്യം, जब उसकी 13 वचन, പെട്ടെന്ന് യേശു ക്രിസ്തുവിന് മഹത്വം കൊടുത്തപ്പോൾ, जब प्रभु को जब महिमा दिया तब, അവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, जैसे हम प्रकाशित वाक्य 5 अध्याय में भी जब हमने पढ़ा था, മൂപ്പന്മാരും ദൂതന്മാരും എല്ലാവരും കൂടെ കർത്താവിനെ വാഴ്ത്തുകയാണ്. वहां पर पूर्णी लोग, स्वर्गदूत लोग सब मिलकर के प्रभु का महिमा करता है. കാരണം പഴയ നിയമത്തിൽ ദൈവം നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു രീതി നമുക്കറിയാം. जब यशायाह 6 अध्याय में परमेश्वर की आराधना का एक रीति वहां पर हम देखते हैं. അവിടെ അറക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നില്ല. वहां पर वधु बाबा मेमना करके नहीं बोलता. അവിടെ ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് സ്വർഗത്തിൽ വാഴ്ത്തുകയാണ്. वहां पर प्रभु पवित्र सेनाओं के यहोवा पवित्र 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 करके स्वर्ग में प्रभु की आराधना करते. എന്നാൽ ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടത്, परंतु जब हम प्रकाशित वाक्य में जब देखा, കുഞ്ഞാട് അറക്കപ്പെട്ടത് ദൈവസ്നേഹത്തിന്റെ ആത്യന്തികമായ പ്രകടനമാണ്. प्रियो, प्रभु मेमना जो वधु हुआ वो परमेश्वर का प्रेम का बहुत गहरा एक चिन्ह है. അപ്പോൾ ഭൂമിയിൽ ദൈവത്തിന്റേതായ സ്നേഹം ദൈവം വെളിപ്പെടുത്തുന്നത് ക്രൂശിലാണ്. प्रियो, दुनिया में प्रभु का प्रेम प्रभु प्रकट करता है वो क्रूस में है. അപ്പോൾ अന്ന് ഒരു കൂട്ടം ജനം സന്തോഷിച്ചു. और उस समय में एक बड़ा झुंड लोग आनंद मनाया. അതിന്റെ 14-ാം വാക്യത്തിൽ उसका 14 वचन में, പുറമെ ദൂതന്മാർ പാടി ദൈവത്തെ സ്തുതിച്ചു. उस लूका उसका 2 अध्याय का 14 वचन में हम देखते हैं कि तब स्वर्गदूत ने आकाश में से स्वर्गदूतों ने खुशी मनाकर कहा, मैं परमेश्वर की महिमा और पृथ्वी पर उन मनुष्यों की जिनसे वो प्रसन्न है शांति होकर के उन्होंने गीत गाया.
യേശു കർത്താവിനെ ആലയത്തിൽ കൊണ്ടുവന്നപ്പോൾ जब प्रभु यीशु मसीह को मंदिर में लाया, അവിടെ വലിയ പ്രഭുക്കന്മാരും രാജാക്കന്മാരും വലിയ വലിയ ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ട്. वहां पर बड़े बड़े शास्त्री, फरीसी और बड़े बड़े राजा, बड़े बड़े नेता लोग हैं. അവര് തിരുവചനത്തിന്റെ അരുളപ്പാടുകൾ നോക്കി മശിഹ വരുന്നത് കാത്തിരിക്കുന്നവരാണ്. वे लोग मसीहा का आगमन की प्रतीक्षा में रहने वाले लोग थे. എന്നാൽ ഒരു പാവപ്പെട്ട സ്ത്രീ, परंतु वहां पर एक गरीब एक നമ്മൾ औरत, 2 अध्याയത്തിന്റെ 36 വാക്യം वाइकुമ്പോൾ लूका दूसरा अध्याय का 36 वचन में जब हम देखता है, आशर के गोत्र में से हन्ना नामक फलूएल की बेटी एक भविष्यवक्तिनी थी। वह बहुत बड़ी बूढ़ी थी और विवाह होने के बाद 7 वर्ष अपने पति के साथ रह पाई थी। वह 84 वर्ष से विधवा थी और मंदिर को नहीं छोड़ती थी, पर उपवास और प्रार्थना करके रात दिन उपासना किया करती थी। और वह उस घड़ी वहां आकर प्रभु का धन्यवाद करने लगी और उन सबों से जो यरूशलेम के छुटकारे की बाढ़ जोते थे उस बालक के विषय में ये बातें करने लगी। നോക്കുക, അവിടെ അവളും അടുത്ത് ചെന്ന് वहां पर हम देखते हैं कि उस अन्ना भी उसकी निकट जाकर യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് प्रभु यीशु को देखकर ദൈവത്തെ മഹത്വപ്പെടുത്തി. प्रभु को महिमा दिया. അവളും ജയഘോഷം ഘോഷിച്ചു. उन्होंने भी जय जयकार की. യേശു ക്രിസ്തുവിന് ഏതൊരു അവസ്ഥയെ കുറിച്ചും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. प्रियो, प्रभु यीशु मसीह के कोई भी अवस्था में भी क्यों ना हो, हम प्रभु का महिमा देना चाहिए. അവൻ കരഞ്ഞതും ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. प्रभु यीशु मसीह रोया, वो भी प्रभु को महिमा देने के लिए. കാരണം ജീവിതത്തിൽ പരാജയം എന്തെന്ന് അറിയാത്ത ഏക വ്യക്തി യേശു ക്രിസ്തുവാണ്. प्रियो, जीवन में हर कभी नहीं जानने वाले एकमात्र व्यक्ति प्रभु यीशु मसीह है. പ്രൈസ് ദി ലോർഡ്. हालेलुया. കാരണം യേശു ക്രിസ്തു എത്രമാത്രം ആരാധന യോഗ്യനാണ്. प्रियो, प्रभु यीशु मसीह की तरह आराधना के योग्य है. ഏതൊരു അവസ്ഥയാണ് യേശു ക്രിസ്തുവിനെ നിമിത്തം ദൈവത്തിന് നന്ദി പറയാൻ കഴിയാതിരിക്കുന്നത്? कौन सी अवस्था है जो कि प्रभु यीशु मसीह की बातों को देख करके उसको महिमा नहीं दे पाएगा? യേശു ക്രിസ്തുവിന്റെ മുഴു ജീവിതം, प्रियो, प्रभु यीशु मसीह का संपूर्ण जीवन, അവന്റെ ജനനം, उसका जन्म, അവന്റെ 33 വർഷത്തെ ജീവിതം, उसका 33.5 का जीवन, അവന്റെ ഉപദേശം, उनका उपदेश, അവന്റെ മരണം, उनका मृत्यु അവന്റെ അടക്കം, और उनका कबर किया അവന്റെ जाना പുനരുത്ഥാനം, और उनका पुनरुत्थान സ്വർഗത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്ത്, और स्वर्ग में आरोहण करना അവിടെ മഹത്വപ്പെട്ടത്, और उसमें महिमा पाया ഇവൻ രാജാവായി വരുന്നത്, और वो फिर से राजा होकर आता है. ഇത് ജയിച്ചവരുടെ ഘോഷമാണ്. प्रियो, ये विजय पाया हुआ लोगों का एक जय जयकार है. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ദൈവം എത്ര നല്ലവൻ. हमारा प्रभु कितना महान. തോറ്റുകിടന്ന് നമ്മളെ ജയിപ്പിക്കാൻ അവൻ വന്നു. प्रियो, हम हर करके पड़े हुए थे, हमें विजय देने की. അവൻ എന്ത് തന്നാലും അത് ജയത്തിൽ തന്നതാണ്. प्रियो, वो जो भी देता है वो उसकी अपनी विजय से देता है. ജയത്തോട് ബന്ധപ്പെടാത്ത ഒരു കാരണവും അവൻ തന്നിട്ടില്ല. और जो विजय के संबंध में नहीं, ऐसा कोई भी बात हमको नहीं दिया. അവൻ ജയത്തിൽ തന്നതെല്ലാം കാണാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. प्रियो, उस विजय के लिए दिया हुआ उन सारे बातों को देखने के लिए पवित्र आत्मा हमारे आंखें खोल दे. ഇങ്ങനെ ജയിച്ചവരെ इस प्रकार विजय पा എന്ന് പറഞ്ഞാൽ കാഹളം ഊതിയവരെ, इस प्रकार ललकारा हुआ लोगों को അവരെ ദൈവം സ്വീകരിക്കുന്നത് കാഹളം ഊതിക്കൊണ്ടാണ്. प्रियो, उन लोगों को प्रभु स्वीकारता है ललकारते हुए. Praise the Lord. हालेलुया. അവിടെയും ജയത്തിന്റെ ഘോഷം. प्रियो, वहां पर भी जय जयकार का ध्वनि है. ഈ ലോകത്തിലെ മഹാന്മാരെ ലജ്ജിപ്പിക്കാനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. प्रियो, ये दुनिया के बड़े बड़े ज्ञानवान लोगों को, बुद्धिमान लोगों को, बड़े लोगों को लज्जित कराने के लिए प्रभु ने हमें चुना है. കർത്താവിന്റെ പരിജ്ഞാനത്തിന് സ്തോത്രം. प्रभु का उस महान ज्ञान के लिए धन्यवाद. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हमें सहायता करे. प्रभु का अनुग्रह आप सबके साथ हो. आमीन.